കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ആരാധനയുടെ മധ്യത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് നമ്മെ കൂട്ടിച്ചേർക്കുന്ന വലിയ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ വചനത്തിങ്കിലേക്ക് നമ്മുടെ ചെവികളെ കർത്താവ് തുറക്കട്ടെ. നിത്യജീവൻ്റെ വചനങ്ങൾ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്ന ജനത്തെ തന്നെ നോക്കുമ്പോൾ ഭൂരിഭാഗം ജനവും ഭൗമികമായ അനുഗ്രഹങ്ങൾ ആവശ്യപ്പെട്ടാണ് കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നത്. എന്നാൽ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ഹല്ലേലൂയ ഒരു ചുരുക്കം കൂട്ടം കർത്താവിൻ്റെ പിൻപറ്റിയതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നു. ജീവൻ്റെ മൊഴികൾ നിന്റെ പക്ഷത്തിലല്ലോ, നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും. ഹല്ലേലൂയ. കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ നിത്യജീവൻ്റെ മൊഴികൾ ക്രിസ്തുവിൽ നിന്ന് നമ്മൾ കേൾക്കുവാനുള്ള താല്പര്യത്തോടുകൂടി നമ്മൾ വരുന്നുണ്ടെങ്കിൽ നിശ്ചയമായും കർത്താവ് അത് നമുക്ക് വെളിപ്പെടുത്തി നൽകും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന രക്ഷ. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ. ഗ്ലോറി ടു ഗോഡ്. നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷ. ഗ്ലോറി ടു ഗോഡ്. ഈ ദുഷ്ട ലോകത്തിൽ നിന്നുള്ള രക്ഷ. നമ്മുടെ പാപ പങ്കിലമായ ജഡത്തിൽ നിന്നുള്ള രക്ഷ. പിശാചിൽ നിന്നുള്ള രക്ഷ. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ആമേൻ. നരകത്തിൽ നിന്ന്, ഈ ഹല്ലേലൂയ ദുഷ്ടലോകത്തിൽ നിന്ന്, പാപലോകത്തിൽ നിന്ന്, പാപപങ്കുലമായ ജഡശരീരത്തിൽ നിന്ന്, ഹല്ലേലൂയ പിശാചിൻ്റെ പിടിയിൽ നിന്ന് നാം രക്ഷിക്കപ്പെടുന്നു. യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷിക്കപ്പെടുന്നു. ദാവീദ് അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നത് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കർത്താവ് വിടുവിക്കുന്നു. നാശകരമായ കുഴി എന്ന് അർത്ഥമാക്കുന്നത് നിത്യനരകത്തെയാണ്. ആ നിത്യനരകത്തിൽ നിന്ന് എൻ്റെ കർത്താവിനെ വിടുവിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കുഴഞ്ഞ ചേറ് എന്നവിടെ പറയുന്നത് ഈ ലോകം കുഴഞ്ഞ ചേറ് പോലെയാണ്, ഒരു ചതുപ്പ് പോലെയാണ്. അത് നടക്കുമ്പോൾ മറ്റേ ഒരു കാല് താഴ്ന്നു പോകുന്നു, അതെടുത്ത് വീണ്ടും വയ്ക്കുമ്പോൾ മറ്റേ കാല് താഴ്ന്നു പോകുന്നു. അങ്ങനെ ഒരു ചതുപ്പ് പോലെയാണ് ഈ ലോകത്തിൻ്റെ മലിനതകൾ കിടക്കുന്നത്. എന്നാൽ കർത്താവ് ഹല്ലേലൂയ ആ വെള്ളത്തിൻ്റെ മീതെ നടന്നതുപോലെ ലോകത്തെ ജയിച്ച കർത്താവിൽ വിശ്വസിക്കുന്ന നമുക്കും ഹല്ലേലൂയ കുഴഞ്ഞ ചേറിൽ നിന്ന് നമുക്ക് നിത്യതയിലേക്ക് യാത്ര ചെയ്യുവാൻ കഴിയും എന്ന് കർത്താവ് നമുക്ക് കാണിച്ചത്. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ ധാരാളമായിട്ട് കർത്താവ് പകരുമ്പോൾ കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിന് ഇടയായിത്തീരും. ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശ ജീവൻ്റെ പ്രത്യാശയാണ്. ഹല്ലേലൂയ. ജീവൻ്റെ പ്രത്യാശയാണ്. ആ പ്രത്യാശയ്ക്ക് ജീവനുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രത്യാശയ്ക്ക് ജീവനുണ്ട്. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ജീവൻ്റെ വചനങ്ങളാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ ഏറ്റെടുക്കുന്ന വചനത്തിനകത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്ന നിത്യജീവൻ വചനത്തിനകത്തുണ്ട്. ജീവൻ്റെ വചനം. ഹല്ലേലൂയ. ജീവൻ്റെ മാർഗം ഞാൻ നിനക്ക് കാണിച്ചു തരും. ഗ്ലോറി ടു ഗോഡ്. കർത്താവാണ് നമുക്ക് ജീവൻ്റെ മാർഗം നമുക്ക് കാണിച്ചു തരുന്നത്. കർത്താവ് വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. എങ്ങോട്ടുള്ള വഴിയാണ് കർത്താവ് പറഞ്ഞത്? ഞാൻ മുഖാന്തരമല്ലാതെ പിതാവിൻ്റെ അടുക്കൽ ആർക്കും എത്തിച്ചേരാൻ കഴിയത്തില്ല. അപ്പോൾ പിതാവിൻ്റെ അടുക്കലേക്കുള്ള ഏക വഴി യേശുവാണ്. ഞാൻ മുഖാന്തരമല്ലാതെ, യേശു മുഖാന്തരമല്ലാതെ മറ്റു ഒരു മാർഗവും ഇല്ല. ഗ്ലോറി ടു ഗോഡ്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും, ഈ ലോകത്തിലുള്ള ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ആത്മാക്കളുടെ ഉടയവനായ ആത്മാവിൻ്റെ പിതാവായ ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരാൻ യേശുക്രിസ്തുവിനെ കൂടാതെ മറ്റൊരു മാർഗവുമില്ല. ഗ്ലോറി ടു ഗോഡ്. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമമാണ് യേശുവിൻ്റെ നാമം. മറ്റൊരുവനിലും രക്ഷയില്ല എന്നാണ്. ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെടുവാൻ
ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം. ആ ഏകനാമത്തെ അറിയുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കൃപ നൽകി. ഹല്ലേലൂയ. കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് രക്ഷ പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ നീതീകരണം പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും ആമേൻ നീതീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യജീവൻ. ഗ്ലോറി ടു ഗോഡ്. യേശുവിൽ വിശ്വസിക്കുമ്പോൾ നിത്യമായ നരകത്തിൽ നിന്നുള്ള രക്ഷയും, യേശുവിൽ വിശ്വസിക്കുമ്പോൾ നീതീകരണം നമുക്ക് ലഭിക്കുന്നതിലൂടെ നിത്യമായ സ്വർഗവും നമുക്ക് ലഭിക്കുന്നു. ശരിയായ അളവിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യട്ടെ? കൊണ്ടുതരട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ആത്മാവാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു ഭാഗത്തിൽ പറയുന്നു, വിശ്വാസത്തിന്റെ ആത്മാവ്. ഗ്ലോറി ടു ഗോഡ്. നമുക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരുന്ന ആത്മാവ്. ലോകപരമായിട്ടുള്ള ഭൗമികമായ നന്മകൾ നമുക്ക് ലഭിക്കേണ്ടുന്നതിനുള്ള വിശ്വാസമല്ല, നമ്മുടെ ആത്മാവിൻ്റെ നിത്യരക്ഷ ലഭിക്കേണ്ടുന്നതിനുള്ള വിശ്വാസം. നമുക്ക് ന്യായപ്രമാണത്തെ അനുസരിക്കുമ്പോൾ കിട്ടുന്നതാണ് നീതീകരണം എന്ന് പറയുന്നത്. നീതീകരണം, ആ നീതീകരണം കർത്താവായ യേശുക്രിസ്തുവിലാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ന്യായപ്രമാണത്തെ പൂർണ്ണമായും അനുസരിച്ച ഒരു ശരീരം ഈ ലോകത്തിലൂടെ കടന്നുപോയെങ്കിൽ അത് യേശുവിൻ്റെ ശരീരം മാത്രമാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. അപ്പോൾ നമ്മളുടെ വിശ്വാസം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത്, നമ്മുടെ വിശ്വാസം നമ്മുടെ ആത്മാവിൻ്റെ നീതീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നിശ്ചയമായും നാശകരമായ കുഴിയിൽ നിന്ന് നാം രക്ഷ പ്രാപിക്കുകയും നിത്യജീവന് നമ്മൾ അവകാശികളായി തീരുകയും ചെയ്യും. ഹല്ലേലൂയ. ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ അളവിനെ കർത്താവ് പകുത്തു കൊടുക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തിന് ഞങ്ങളെ എന്ത് ചെയ്യണമേ? സഹായിക്കണമേ. ശിഷ്യന്മാർ ദൈവത്തോട് ആവശ്യപ്പെട്ടതാണ്, ഞങ്ങളുടെ വിശ്വാസത്തിന് ഞങ്ങളെ സഹായിക്കണമേ. ഓരോരുത്തരും അവനവൻ്റെ വിശ്വാസത്തിൻ്റെ അളവിനെ കർത്താവ് എന്ത് ചെയ്യുന്നു? പകുത്തു കൊടുക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കും ഇന്ന് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ആ അളവിനെ ഞങ്ങൾക്കും പരിശുദ്ധാത്മാവ് പകുത്ത് നൽകണമേ. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുന്നത് ഗ്ലോറി ടു ഗോഡ്, രക്ഷയിൽ നിന്ന് രക്ഷയിലേക്ക് നമ്മൾ പോകേണ്ടുന്ന വിശ്വാസം, നീതീകരണത്തിലേക്ക് നമ്മൾ പോകേണ്ടുന്ന വിശ്വാസമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിക്കുന്നത് രക്ഷയും നീതീകരണവും എന്നുള്ള ആ സബ്ജക്റ്റിൽ നിന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് നമ്മൾ ഏറ്റുപറയുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായ ക്രിസ്തു എൻ്റെ കർത്താവെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഏറ്റുപറയുന്നു. ഗ്ലോറി ടു ഗോഡ്. എന്തിനു വേണ്ടിയിട്ട്? ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എനിക്ക് ലഭിക്കേണ്ടുന്നതിന് വേണ്ടി. ഗ്ലോറി ടു ഗോഡ്. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. എന്തിനു വേണ്ടി? നീതിക്ക് വേണ്ടി. എന്ത് നീതിയാണ് നമുക്കവിടെ ലഭിക്കുന്നത്? ന്യായപ്രമാണത്തെ അനുസരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യജീവൻ എന്നുള്ള നീതി നമുക്കും ലഭിക്കേണ്ടുന്നതിന് നമ്മൾ യേശുവിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്നതിലൂടെ നമ്മുടെ ആത്മാവിൻ്റെ നിത്യരക്ഷ നമുക്ക് ഉറപ്പാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, രണ്ടാം മരണം നമ്മെ തൊടത്തില്ല. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ ഫിസിക്കലി ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. പാപം നിമിത്തം ശരീരം എന്ത് ചെയ്യുന്നു? മരിക്കുന്നു. എങ്കിലും നീതി നിമിത്തം ആത്മാവ് ജീവിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. രണ്ടാം മരണത്തിന് അവന് ദോഷം എന്ത് ചെയ്യത്തില്ല? വരത്തില്ല. ഒന്നാം മരണം എന്ന് പറയുന്നത് നമ്മൾ ശരീരത്തിൽ നിന്ന് നമ്മൾ വേർപെടുന്ന കാര്യമാണ്. എന്നാൽ ശരീരത്തിൽ നിന്ന് വേർപെട്ടതിനനന്തരം വീണ്ടും അവൻ്റെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോകുന്നതിനെയാണ് രണ്ടാം മരണം എന്ന് പറയുന്നത്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ച് ആ രക്ഷയും നീതീകരണവും കരസ്ഥമാക്കുമ്പോൾ രണ്ടാം മരണത്തിൽ നമുക്ക് ദോഷം വരത്തില്ല. കർത്താവിൻ്റെ അതിശ്രേഷ്ഠമായ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഈ ഒരു ആംഗിളിലാണ് വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വചനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം
മൂന്നാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക്, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ 5-ാം വാക്യം വരെ നമ്മൾ ധ്യാനിച്ചതാണ്. 6-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസത്താൽ അബ്രഹാമിന് ലഭിച്ചതെന്നാണ്? നീതി എന്നാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുന്നതിലൂടെ ലഭിക്കുന്ന നീതിയെക്കുറിച്ച് അവിടെ വായിക്കുന്നു. അബ്രഹാം എന്താണ് വിശ്വസിച്ചതെന്ന് നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഇതേ കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർ 3-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ എടുത്ത് എഴുതി ചേർത്തിരിക്കുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. 15-ാമത്തെ അധ്യായത്തിൻ്റെ 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് വരുമ്പോൾ നമുക്കതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകും. ഇവിടെ അബ്രഹാമിന് ദൈവം ദർശനത്തിൽ ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണും. ഏദൻ തോട്ടത്തിൽ ആദാം ഹവ്വമാർ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് വീണ്ടും കാലങ്ങൾ തലമുറകളായി ദൈവത്തെ അന്വേഷിക്കാതെ യാത്ര ചെയ്യുമ്പോൾ അബ്രഹാം എന്നൊരു പുരുഷന് ദൈവത്തിന് പ്രസാദം തോന്നി. അവൻ ദൈവത്തെ ഹൃദയം കൊണ്ട് എന്ത് ചെയ്യുന്നു? അന്വേഷിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ദൈവം പ്രസാദിച്ച ഒരു മനുഷ്യനെ ഭൂമിയിൽ ദൈവം കണ്ടപ്പോൾ, ഗ്ലോറി ടു ഗോഡ്, ആ മനുഷ്യനോട് ദൈവം ദർശനത്തിൽ, സ്വപ്നത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു? അബ്രഹാമിനോട് ഇടപെടുകയാണ്. ദൈവം പറയുന്നു, ഞാൻ നിനക്കുള്ള പ്രതിഫലമാകുന്നു. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഒരു ചോദ്യം അബ്രഹാം ചോദിക്കുകയാണ്. ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ, എൻ്റെ അവകാശി ദമ്മശേക്കുകാരനായ ഈ എലിയാസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്ന് അബ്രഹാം ദൈവത്തോട് അവിടെ പറയുകയാണ്. അവൻ നിന്റെ അവകാശിയാകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും. ദൈവം അബ്രഹാമിനോട് കൊടുക്കുന്ന ഒരു പ്രോമിസ് ഇവിടെ കാണും. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവനെ യഹോവയുടെ അരുളപ്പാടുണ്ടായി. പിന്നെ അവനെ പുറത്തു കൊണ്ടുചെന്ന്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. ദൈവം അബ്രഹാമിനെ ആകാശത്തിലേക്ക് നോക്കിയിട്ട് നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്നും അവനോട് കൽപ്പിച്ചു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു. കണ്ടോ? ആ വിശ്വാസത്തെ ദൈവം എന്ത് ചെയ്തു? നീതിയായി കണക്കിട്ടു. അബ്രഹാമിന് അതുവരെയും സന്തതി എന്ത് ചെയ്തിരുന്നില്ല? ലഭിച്ചിരുന്നില്ല. മറ്റൊരു ഭാഗത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കടൽപ്പുറത്തെ മണൽത്തരികൾ പോലെയും സന്തതി എന്ന് അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. നമുക്ക് അതിൻ്റെ പശ്ചാത്തലം തീർച്ചയായിട്ടും നമുക്കറിയാം. ദേശത്തിൽ ക്ഷാമമുണ്ടായപ്പോൾ അബ്രഹാം എന്ത് ചെയ്യുന്നു? ദൈവം ആക്കി വെച്ച സ്ഥലത്തിൽ നിന്ന് മിസ്രയീം ദേശത്തേക്ക് പോകുന്നു. ആ മിസ്രയീം ദേശത്തിൽ നിന്ന് ഒരു ജാതീയ സ്ത്രീയെ അബ്രഹാം എന്ത് ചെയ്യുന്നു? ഭവനത്തിലേക്ക് തൻ്റെ ഭാര്യയ്ക്ക് തോഴിയായിട്ട് എന്ത് ചെയ്യുന്നു? കൊണ്ടുവരും. നമുക്കതിൻ്റെ പശ്ചാത്തലം ഹാഗറിലാണ് അബ്രഹാമിന് ആദ്യത്തെ സന്തതി എന്ത് ചെയ്യുന്നത്? ലഭിക്കുന്നത്, ഇസ്മായേൽ. അതിനുശേഷം വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞ് 14 വർഷം വീണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം അബ്രഹാമിന് വാഗ്ദത്തമായി സാറയിൽ തന്നെ സന്തതി എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്.
അപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽപ്പുറത്തെ മണൽത്തരികൾ പോലെ എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ ഇസ്മായിലിന്റെ സന്തതിയിൽ നിന്നും ഇസ്ഹാക്ക് എന്ന സന്തതിയിൽ നിന്നും ദൈവം രണ്ടായി തിരിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ മണൽത്തരികൾ പോലെയും. സെയിം കാര്യം തന്നെ ആത്മീയ തലത്തിൽ നമ്മളൊന്ന് വിവേചിച്ചു കഴിഞ്ഞാൽ, ആത്മാവിൽ ജനിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ. ആകാശത്തിൽ നക്ഷത്രത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് രാത്രിയിലാണ്. ഹല്ലേലൂയ. അന്ധകാരമുള്ള ലോകത്തിൽ ദൈവത്തിൻ്റെ പ്രകാശം ലഭിച്ചിരിക്കുന്ന മക്കൾ ജ്യോതിസുകളെ പോലെ ഈ അന്ധകാരത്തിൽ പ്രകാശിക്കും. ആത്മാവിൽ ജനിച്ച ദൈവത്തിൻ്റെ മക്കൾ വാഗ്ദത്ത പ്രകാരം ഇസഹാക്ക് അബ്രഹാമിന് ജനിച്ചതുപോലെ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവ് ലഭിച്ച ദൈവത്തിൻ്റെ മക്കൾ അന്ധകാരമുള്ള ലോകത്തിൽ അവർ പ്രകാശിതരായിത്തീരും. എന്നാൽ ഇസ്മായിലിലെ സന്തതികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് അവരെ വേർതിരിക്കുന്നത് കടൽപ്പുറത്തെ മണൽത്തരികൾ പോലെ നിലത്ത് കിടക്കുന്നവരാണ്. ലൗകികമായ അനുഗ്രഹങ്ങളുടെ പുറകെ പോകുന്ന ഒരു കൂട്ടരുണ്ട്. ഹല്ലേലൂയ. അക്ഷരാർത്ഥത്തിൽ സ്തോത്രം, ഇസ്മായിലിലെ സന്തതികളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അവർ തികഞ്ഞ ഭൗമികമായ അനുഗ്രഹങ്ങളെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ആത്മീയ തലത്തിൽ നമ്മൾ നോക്കുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിനാൽ ശരിയായ അളവിൽ യാത്ര ചെയ്യുന്നവരാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്നത്. ബാക്കി എല്ലാവരും ഭൗമികമായ അനുഗ്രഹങ്ങളുടെ പുറകെ പോകുകയാണ്. ദൈവം രണ്ടായി അതിനെ തിരിക്കുകയാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ മണൽത്തരി പോലെയും. നമ്മൾ ഇതിൽ ഏത് ഭാഗത്തിലായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യണം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടവരാണെങ്കിൽ, വാഗ്ദത്ത പ്രകാരം നമ്മൾ ജനിക്കപ്പെട്ടവരാണെങ്കിൽ, കർത്താവിൻ്റെ ആ തേജസ് നമ്മുടെ മേൽ ഉണ്ടായിരിക്കും. ലോകം എത്ര അന്ധകാരത്തിലായിരുന്നാലും അതിൻ്റെ മധ്യത്തിൽ നമുക്ക് പ്രകാശിക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയിരുന്നു. മറ്റേ കാറ്റഗറി എന്നാണ്, അവർ തികഞ്ഞ ഭൗമികമായ നന്മകളിലേക്ക് അവർ വഴുതി വീഴുന്നു പോവുകയാണ്. ആത്മീയ തലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ഏറെക്കുറെ ആൾക്കാരും ഭൗമികമായ അനുഗ്രഹങ്ങളുടെ പുറകിൽ ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ ദൈവം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് സന്തതി ഉണ്ടാകുമെന്നുള്ള വാഗ്ദത്തം ദൈവം അബ്രഹാമിന് കൊടുക്കുമ്പോൾ ആ വാഗ്ദത്തത്തെ അബ്രഹാം എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. 7-ാമത്തെ വാക്യം, ഉൽപ്പത്തി 15-ന്റെ 7-ാമത്തെ വാക്യം. പിന്നെ അവനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തു. ഗ്ലോറി ടു ഗോഡ്. ദൈവം നമ്മെയും സകലവിധമായ ജാതീയമായ അനുഭവങ്ങളിൽ നിന്ന്, പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നൊക്കെ ദൈവം വിടിവിച്ച് നമ്മെ കൊണ്ടുപോകുന്നത് നിത്യമായ കനാൻ നമുക്ക് അവകാശമായി തരുവാൻ, നിത്യമായ സിയോൻ നമുക്ക് അവകാശമായി തരുവാനാണ് നമ്മെയും ദൈവം വിളിച്ച് വേർതിരിച്ചത്. 8-ാമത്തെ വാക്യം, കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തോന്നിനാൽ അറിയാം എന്ന് അവൻ ചോദിച്ചു. ആ ദേശത്തെ ഞാൻ അവകാശമാക്കും എന്നുള്ളത് എന്തോന്നിനാൽ അറിയാം എന്ന് ദൈവത്തോട് അബ്രഹാം ചോദിക്കുന്നു. 9-ാമത്തെ വാക്യം, അവൻ അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാട്ടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ദൈവം അബ്രഹാമിനോട് കൽപ്പിക്കുന്ന കാര്യമാണ്. ദൈവം പറഞ്ഞ ഈ വാഗ്ദത്തം ഞാൻ അവകാശമാക്കേണ്ടുന്നതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് അബ്രഹാം ദൈവത്തോട് ചോദിക്കുമ്പോൾ, ഇത് അവകാശമാക്കേണ്ടുന്നതിന് അവിടെ ഒരു യാഗം അർപ്പിക്കേണ്ടുന്നതിൻ്റെ കാര്യം ദൈവം പറയുകയാണ്. ആ യാഗം അർപ്പിക്കേണ്ടുന്നതിന് 3 വയസ്സുള്ള ഒരു പശുക്കിടാവ്, 3 വയസ്സുള്ള ഒരു കോലാട്ടുകൊറ്റൻ, 3 വയസ്സുള്ള ആട്ടുകൊറ്റൻ, ഒരു കുറുപ്രാവ്, ഒരു പ്രാവിൻ കുഞ്ഞിനെയും നീ എന്ത് ചെയ്യണം? കൊണ്ടുവരിക. ഉൽപ്പത്തി 15-ന്റെ 10-ാം വാക്യം, ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവെ പിളർന്ന് ഭാഗങ്ങളെ നേർക്ക് നേരെ വച്ചു, പക്ഷികളെയോ അവൻ പിളർന്നില്ല. അപ്പോൾ ഈ കൊണ്ടുവന്ന യാഗമൃഗത്തെ എന്ത് ചെയ്തു? നടുവെ പിളർന്നു വയ്ക്കുകയാണ്. പക്ഷികളെയോ അവൻ എന്ത് ചെയ്തില്ല? പിളർന്നില്ല. 11-ാം വാക്യം, ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. അപ്പോൾ ഈ
പുലർന്നു വച്ച യാഗമൃഗത്തിൻ്റെ മേൽ റാഞ്ചൻ പക്ഷി എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. അപ്പോൾ അബ്രഹാം അതിനെ ആട്ടിക്കളയും. ഈ യാഗം അർപ്പിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഇവിടെ ദൈവം ഒരു ഉടമ്പടി ചെയ്യാം. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് ഇവിടെ കാണുന്നത്. ഗ്ലോറി ടു ഗാഡ്. ആ ഉടമ്പടിയിൽ യാഗമൃഗത്തെ രണ്ടായി പിളർന്നു വയ്ക്കുമ്പോൾ യാഗം ചെയ്യുന്ന രണ്ട് വ്യക്തികൾ, ഒന്ന് മറുവശത്തിൽ ആരാണ്? ദൈവം. ഇപ്പുറത്തെ വശത്താരാണ്? ബലഹീനനായ മനുഷ്യൻ. ഉടമ്പടി ചെയ്യുമ്പോൾ രണ്ടായിട്ട് പിളർന്ന് രണ്ട് വശത്തോടെ എന്ത് ചെയ്യുന്നു? വച്ചിട്ട് ഉടമ്പടി ചെയ്യുന്നവർ ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ടും മറ്റേയാൾ ഇവിടെ നിന്ന് അങ്ങോട്ടും എന്ത് ചെയ്യണം? നടക്കണം. ആ ഉടമ്പടി എന്ത് ചെയ്യാണ്? സ്ഥാപിക്കുക. ദൈവം ഇവിടെ കൊടുത്ത ഉടമ്പടി എന്താണ്? നിന്റെ മക്കൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ എന്ത് ചെയ്യും? സന്തതി ഉണ്ടാവും. അതിനടയാളമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? യാഗം അർപ്പിക്കേണ്ടെന്ന് ആവശ്യം വരും. അപ്പോൾ ദൈവം നിരവധി കാര്യങ്ങൾ അബ്രഹാമിനോട് സംസാരിക്കുന്ന നമുക്ക് ദൈവവചനത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പിക്കുന്നത് എന്തിനാലാണ്? ഉടമ്പടിയിൽ. നമ്മുടെ ദൈവം ഉടമ്പടിയുടെ ദൈവം കൂടിയാണ്. ഗ്ലോറി ടു ഗോഡ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉടമ്പടിയിലൂടെയാണ് നമ്മൾ ദൈവത്തെ ആഴമായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തോടുള്ള ഉടമ്പടികൾ, യേശുക്രിസ്തുവിലൂടെയുള്ള ഉടമ്പടികൾ, ദൈവവചനത്തെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഉടമ്പടികൾ. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ടാണ് ജാതീയമായ അനുഭവങ്ങളിൽ നിന്ന് വരുന്നവർ യേശുവിൻ്റെ രക്തത്താൽ സകല ഉടമ്പടിയും ഉടച്ചു കളഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ആത്മാവിനാൽ സകല ഉടമ്പടികളും, ജാതീയമായ ഉടമ്പടികളെ ഉടച്ചു കളഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ വചനത്താൽ ഹല്ലേലൂയ നമ്മൾ ഉടച്ചു കളഞ്ഞ് പ്രാർത്ഥിക്കും. ഈ വചനത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മളുടെ സന്ദർഭം അതല്ലല്ലോ. ഗ്ലോറി ടു ഗോഡ്. കാരണം ജാതികൾ നേർച്ച കാഴ്ചകൾ കൊണ്ട് ഉടമ്പടി ചെയ്യുന്നു. അവർ വാക്കുകൾ കൊടുത്ത് എന്ത് ചെയ്യുന്നു? അവരുടെ ദേവന്മാരുമായിട്ട് ഉടമ്പടി ചെയ്യുന്നു. അതിൻ്റേതായിട്ടുള്ള തിക്ത അനുഭവങ്ങളാണ് ജാതീയമായ അനുഭവങ്ങളിൽ കിടക്കുന്നവർക്ക് എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. അതെല്ലാം അഴിച്ചു മാറ്റിയാണ് ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യുന്നത്? ഒരു ആത്മാവിനെ വീണ്ടെടുത്ത് കൊണ്ടുവരേണ്ടി. സ്തോത്രം. അതിനുള്ള രാജകീയ പൗരോഹിത്യ അധികാരമാണ് ദൈവം ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിക്കേണ്ടുന്നതിനുള്ള രാജകീയ അധികാരം. രാജകീയത്വം എവിടെയാണ് തെളിയിക്കപ്പെടേണ്ടത്? പുറത്താണ്. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് എന്താണ് വെളിപ്പെടേണ്ടത്? പൗരോഹിത്യം. ഗ്ലോറി ടു ഗോഡ്. രാജകീയത്വം പുറത്ത് വെളിപ്പെടുന്നത് എവിടെ? വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ ജനത്തെ വാഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ ജയം പ്രാപിച്ച ക്രിസ്തുവിൻ്റെ അധികാരം ലഭിച്ച അഭിഷിക്തരായ ദൈവത്തിൻ്റെ മക്കൾ ആ ബന്ധനത്തിൽ കിടക്കുന്ന ജനത്തെ അവരിൽ വ്യാപരിക്കുന്ന രാജകീയ അധികാരത്തിൽ അവരെ വിടുവിച്ചു കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ, അവൻ്റെ ആലയത്തിൽ പൗരോഹിത്യ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുമ്പോൾ അവർ നിത്യജീവന് വേണ്ടിയിട്ട് അവർ ഒരുക്കപ്പെടും. ഗ്ലോറി ടു ഗോഡ്. ഈ അഭിഷേകം, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അഭിഷേകത്തിൽ രണ്ട് വശങ്ങളാണ് അവിടെ. ശുശ്രൂഷിക്കുന്ന അനുഭവത്തിലുള്ളവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അഭിഷേകത്തിൽ രാജകീയ പൗരോഹിത്യ അഭിഷേകമാണ് ദൈവം വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ, ആ വാഗ്ദത്തങ്ങൾക്ക് ഉടമ്പടി ചെയ്യുകയാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ ഉടമ്പടി ചെയ്യുമ്പോൾ, ഉടമ്പടി ചെയ്യുന്ന അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാമിന് ബോധ്യമുണ്ട്. എന്താണെന്നറിയോ? യാഗമൃഗത്തെ രണ്ടായി പിളർന്ന് രണ്ട് വശത്ത് വയ്ക്കുമ്പോൾ മറുവശത്ത് ദൈവമാണ്, ഇവിടെ ബലഹീന മനുഷ്യനായ അബ്രഹാം നിൽക്കുന്നു. ഉടമ്പടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ഉടമ്പടിയിൽ വിഘ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ മൃഗം രണ്ടായിട്ട് കീറുന്നത് പോലെ എന്ത് ചെയ്യാം? കീറാം. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അല്ല ചുമ്മാ ഒരു യാഗ മൃഗത്തിനെ അങ്ങോട്ട് പിളർന്നു വെച്ചതിന് ശേഷമുള്ള ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഈ പിളർക്കപ്പെട്ടതുപോലെ നിനക്ക് എന്നെ എന്ത് ചെയ്യാം? പിളർക്കാം. ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നത്, ദൈവം ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇവിടെ അബ്രഹാമിന് ഇത് ബോധ്യമായതുകൊണ്ട് അബ്രഹാം വെയിറ്റ് ചെയ്യാം. കാര്യം തനിക്ക് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പോകാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? മറുവശത്ത് നിൽക്കുന്ന ആളാരാണ്? ദൈവം. ഞാനോ ബലഹീനനായ മനുഷ്യൻ. ഇവിടെ ഞാനോ എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? അബ്രഹാം. തനിക്ക് പോകാൻ പറ്റുന്നില്ല. വെയിറ്റ് ചെയ്യും തോറും റാഞ്ചം പക്ഷികൾ എന്ത് ചെയ്യാണ്? ഇറങ്ങാൻ. ഇതിനകത്തൊക്കെ ഒത്തിരി ആത്മീയ അർത്ഥങ്ങളുണ്ട്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഈ റാഞ്ചൻ പക്ഷികൾ പോലെ തന്നെ ഇന്നും അന്ധകാര മണ്ഡലങ്ങളിൽ എന്ത് ചെയ്യുന്നു? പൈശാചികന്റെ ശക്തികൾ കിടക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തോടുള്ള കവനന്റിൽ നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ, നമ്മളെ ആ കവനന്റിൽ നിന്ന് തെറ്റിക്കുവാൻ തക്കവണ്ണം നമ്മളുള്ള പൈശാചിക ശക്തികൾ എന്ത് ചെയ്യും?
ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ റാഞ്ചൻ പക്ഷിയുടെ അബ്രഹാം എന്ത് ചെയ്തു? ആട്ടിപ്പായിച്ചു. പിന്നെയും വെയിറ്റ് ചെയ്യണം അബ്രഹാം. ഗ്ലോറി ടു ഗോഡ്. 12-ാമത്തെ വാക്യം, സൂര്യൻ അസ്തമിക്കുമ്പോൾ, കണ്ടോ, അത്രയും സമയം അബ്രഹാം എന്ത് ചെയ്യാണ്? വെയിറ്റ് ചെയ്യാണ്. കാരണം എന്താണ്? തനിക്ക് അങ്ങോട്ട് പോകാൻ എന്ത് ചെയ്യുന്നില്ല? സാധിക്കുന്നില്ല. സാധിക്കാത്തതിന്റെ കാരണം തനിക്ക് ബോധ്യമുണ്ട്, താൻ ബലഹീനമാണ്. ഗ്ലോറി ടു ഗോഡ്. ഉടമ്പടി തെറ്റിക്കഴിഞ്ഞാൽ ഉടമ്പടി അടയാളം എന്താണ്? ഈ മൃഗത്തെ പിളർക്കുന്ന പോലെ എന്നെ എന്ത് ചെയ്യാം? പിളർക്കാം. രാത്രി സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഠനിദ്ര വന്നു. അതുവരെ അബ്രഹാം അങ്ങോട്ട് എന്ത് ചെയ്തില്ല? കടന്നില്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഭീതിയും അന്ധതമസും അവന്റെ മേൽ എന്ത് ചെയ്തു? വീണു. കാരണം മറുവശത്തിൽ നിൽക്കുന്ന ആളാരാണ്? ദൈവമാണ്. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമത്വത്തിന്റെ കീഴിൽ 400 വർഷക്കാലം അടിമകളായി സേവിക്കുമെന്നുള്ള കാര്യം അബ്രഹാമിനോട് ദൈവം മുമ്പ് കൂട്ടി എന്ത് ചെയ്യാണ്? ദൈവം പറയുകയാണ്. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. അബ്രഹാമിന്റെ സന്തതിയായി വരുന്നവരെ ഫറവോന്റെ കൂട്ടർ എന്ത് ചെയ്യും? അടിമകളായി പീഡിപ്പിക്കുമെന്നുള്ള കാര്യം അബ്രഹാമിനോട് ദൈവം മുമ്പ് കൂട്ടി പറഞ്ഞിട്ട്, എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. മനസ്സിലായോ? ഫറവോനെയും കൂട്ടരെയും ദൈവം എന്ത് ചെയ്തു? അക്ഷരാർത്ഥത്തിൽ ദൈവം അത് ചെയ്തില്ലേ? ചെങ്കടലിൽ അവർ എന്ത് ചെയ്തു? മുങ്ങിപ്പോയി. അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. ഗ്ലോറി ടു ഗോഡ്. ദൈവം അബ്രഹാമിനോട് എന്ത് ചെയ്യുന്നു? നിയമം ചെയ്യുകയാണ്. അബ്രഹാം തിരിച്ചങ്ങോട്ട് നടന്നതായിട്ട് ഇവിടെ വായിച്ചോ? ഇല്ല. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ഇങ്ങോട്ട് വരിക. ഹല്ലേലൂയ. ദൈവം സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം അതുവരെയും അബ്രഹാം അങ്ങോട്ട് എന്ത് ചെയ്തിട്ടില്ല? അങ്ങോട്ട് നടന്നു പോയിട്ടില്ല. എന്നാൽ ഈ പിളർക്കപ്പെട്ടു വച്ച ഈ മൃഗത്തിൻ്റെ, ഈ പശുക്കിടാവിനെ, കോലാടിനെ, ആടിനെയും ഒക്കെ എന്ത് ചെയ്തു? പിളർന്ന് ഇപ്പുറവും ഒരു പകുതി ഇപ്പുറവും ഒരു പകുതി അപ്പുറവും വെച്ചിട്ട് നടുവേ ഒരു വഴി പോലെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ദൈവവും മനുഷ്യനും തമ്മിൽ എന്ത് ചെയ്യാണ്? കവനന്റ് ചെയ്യാണ്, ഉടമ്പടി. തനിക്ക് അബ്രഹാമിന് അങ്ങോട്ട് പോകാൻ പറ്റാതെ വന്നു. സൂര്യൻ അസ്തമിച്ച് രാത്രിയായപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഇങ്ങോട്ടിറങ്ങി. ഇവിടുത്തെ ഉടമ്പടിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, മനുഷ്യൻ അങ്ങോട്ട് ഉടമ്പടി എന്ത് ചെയ്തിട്ടില്ല? ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ദൈവം എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് വന്ന ഉടമ്പടി ചെയ്യാണ്. ആ ഉടമ്പടിയുടെ അർത്ഥം എന്താണ് അർത്ഥമാക്കുന്നത്? മനുഷ്യ, നീ ഇതിൽ ബലഹീനമാണ്. സ്തോത്രം. നീ ഈ ബലഹീനതയിൽ നിനക്ക് ഉടമ്പടി എന്നോട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നീ അനുസരിക്കാതെ വരുമ്പോൾ നിനക്ക് വേണ്ടി ഈ മൃഗത്തെ പിളർക്കപ്പെട്ടതുപോലെ ഞാൻ തന്നെ നിനക്ക് വേണ്ടി പിളർക്കപ്പെടും എന്നുള്ളതാണ് ആ ഉടമ്പടി. ആ ഉടമ്പടിയുടെ പൂർത്തീകരണമാണ് കാൽവറി ക്രൂശിൽ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ക്രിസ്തു പിളർക്കപ്പെട്ടത്. കാരണം ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ആ ഉടമ്പടിയിൽ അനുസരിക്കാത്തവൻ എന്ത് ചെയ്യണം? ഈ മൃഗത്തെ പിളർക്കപ്പെട്ടതുപോലെ പിളർക്കപ്പെടും. ഇതൊന്നും അക്ഷരാർത്ഥത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടില്ല, ഇത് വെളിപ്പാടാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയിൽ ദൈവം ഇങ്ങോട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ നീ തെറ്റിയാലും പിളർക്കപ്പെടുന്നത് നീയല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ജീവനോടെ നിൽക്കുന്നതും എനിക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ പിളർക്കപ്പെട്ടത്. കാര്യം എന്താണ്? അബ്രഹാം അങ്ങോട്ട് പോയില്ല, ആ ഉടമ്പടിയിൽ ദൈവം ഇങ്ങോട്ട് വന്നു. നിനക്ക് വേണ്ടി ഞാൻ ഈ പിളർക്കപ്പെട്ടതുപോലെ പിളർക്കപ്പെടും. എന്തിനു വേണ്ടി? ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് സന്തതി ഉണ്ടാകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പിളർക്കപ്പെട്ടാലേ ഈ സന്തതി നിനക്കുണ്ടാകും. ക്രിസ്തു ക്രൂശിൽ പിളർക്കപ്പെട്ടത് കൊണ്ടാണ് ആത്മാവിൽ ചൈതന്യം നമുക്കുണ്ടായത്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ, ലോകം എത്ര അന്ധകാരത്തിൽ പോയാലും അവൻ്റെ ആത്മാവിനാൽ ജനിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ
ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നതിന് കാരണം ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ടതാണ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ യഥാർത്ഥമായ അനുഗ്രഹം എന്താണ്? ഇവിടെ വിശ്വാസ നീതീകരണത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു. അതിൽ തൊട്ടാണ് ഇങ്ങോട്ട് നമ്മൾ വന്നത്. 6-ാം വാക്യം, ഗലാത്യർ 3:6. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. കണ്ടോ? ആ ഉടമ്പടിയുടെ ദൈവത്തിൽ അബ്രഹാം എന്ത് ചെയ്തു? വിശ്വസിച്ചു. ആ വിശ്വാസത്തെ ദൈവം എന്ത് ചെയ്തു? നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് വിശ്വാസികളത്രേ അബ്രഹാമിൻ്റെ മക്കൾ. ഒത്തിരി ആൾക്കാർ അബ്രഹാമിൻ്റെ വിശ്വാസം എന്ന് പറയുന്ന കാര്യത്തെ തെറ്റായിട്ട് എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നവരുണ്ട്. നമുക്ക് ദൈവം അനുവദിച്ചാൽ താഴോട്ട് വരുമ്പോൾ നമുക്ക് ആ ഭാഗങ്ങൾ ചിന്തിക്കാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹം എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് നമുക്ക് ധാരാളം ഭാഗങ്ങൾ പഠിക്കാനായിട്ട് കഴിയും. സ്തോത്രം. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അതുകൊണ്ട് വിശ്വാസികളത്രേ അബ്രഹാമിൻ്റെ മക്കൾ എന്ന് അറിവിൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട്. വിശ്വാസം മൂലം ആരെ നീതീകരിക്കും? ജാതികളെ. അബ്രഹാമിൽ നിന്ന് ദൈവം വാഗ്ദത്തം കൊടുത്ത, ഇസഹാക്കിൽ നിന്ന് ദൈവം വാഗ്ദത്തം കൊടുത്ത, യാക്കോബിൽ നിന്ന് ദൈവം വാഗ്ദത്തം കൊടുത്ത 12 മക്കൾ. ആ 12 മക്കൾ 12 ഗോത്രങ്ങളായി ഇസ്രായേൽ ജനം. അതാണ് ദൈവം വാഗ്ദത്തം കൊടുത്ത റൂട്ട്. പക്ഷേ ആ വാഗ്ദത്തം കൊടുത്ത മക്കൾക്ക് ദൈവം നിത്യജീവൻ അവകാശമാക്കേണ്ടുന്നതിന് മോശ മുഖാന്തരം ദൈവം എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണത്തെ കൊടുക്കുന്നു. അബ്രഹാമിന് മുമ്പുമുള്ള ജനം ബഹുവിധ ദൈവാരാധനകളിലേക്ക് അവരെന്ത് ചെയ്യുന്നു? വഴിതെറ്റിപ്പോവുകയാണ്. അങ്ങനെ സത്യദൈവത്തെ അറിയേണ്ടുന്നതിന് ദൈവം ഒരു വിഭാഗത്തെ ദൈവം എന്ത് ചെയ്യുന്നു? അബ്രഹാം നിമിത്തം വാർത്തെടുക്കും. ഗ്ലോറി ടു ഗോഡ്. അവർക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ന്യായപ്രമാണത്തിൽ 2 വശങ്ങൾ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ നിത്യജീവൻ പ്രാപിക്കും, അനുസരിക്കാത്തവൻ അതിനാൽ നിത്യനരകത്തിലേക്ക് മാറ്റപ്പെടും. എന്നാൽ ന്യായപ്രമാണത്താൽ ഒരു ജഡവും എന്ത് ചെയ്യുന്നില്ല? നീതീകരണം പ്രാപിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ന്യായപ്രമാണം മോശ മുഖാന്തരം കൊടുക്കുമ്പോൾ, മോശയുടെ പൂർവ്വപിതാവാണ് ആര്? അബ്രഹാം. മോശയ്ക്കും 430 വർഷം പുറകിലാണ് ആര്? അബ്രഹാം. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തത്തെ അബ്രഹാം എങ്ങനെ അവകാശമാക്കി? വിശ്വാസത്താൽ അവകാശമാക്കി. പ്രവൃത്തിയാലുള്ള അവകാശം ഇസ്രായേൽ മക്കൾക്ക് എന്ത് ചെയ്തു? അതിനുശേഷം കൊടുക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും എന്ത് ചെയ്യുന്നില്ല? നീതീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ നീതീകരണം നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, വിശ്വാസ നീതീകരണം എന്നുള്ള വഴി. ആ വിശ്വാസ നീതീകരണം എന്നുള്ള വഴിയിൽ നമ്മൾ കാണുന്നത് ആരെയാണ്? യേശുവിൻ. കാരണം ന്യായപ്രമാണം അനുസരിക്കാത്തതിൻ്റെ ശിക്ഷാവിധി നാം നേരത്തെ കണ്ടു. ഉടമ്പടിയിൽ തെറ്റ് സംഭവിച്ചപ്പോൾ നമുക്ക് വേണ്ടി ആര് പിളർക്കപ്പെട്ടു? ക്രിസ്തു പിളർക്കപ്പെട്ടു. ഗ്ലോറി ടു ഗോഡ്. പ്രമാണത്തിൻ്റെ ഉടമ്പടിയിൽ നിന്ന് മനുഷ്യൻ എന്ത് ചെയ്തു? തെറ്റിപ്പോയി. നമുക്ക് വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാം, മോശ ദൈവത്തിൻ്റെ കൽപ്പനയുമായി ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സംഭവം നമുക്ക് പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. 32-ന്റെ 15-ാമത്തെ വാക്യം, മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്നിറങ്ങി, സാക്ഷ്യത്തിൻ്റെ പലക 2 അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. പലക ഇപ്പുറവും അപ്പുറവുമായി ഇരുവശത്തും എഴുതിയതായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൈ കൊണ്ട് എഴുതി കൊടുത്തതാണ് സാക്ഷ്യപലക, ദൈവത്തിൻ്റെ കൽപ്പന. ഈ കൽപ്പന മോശ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ജനം എന്താ ചെയ്തത്? കാളക്കുട്ടി എന്ത് ചെയ്യുന്നു? ആരാധിക്കുക. ഹല്ലേലൂയ. 32-ാമത്തെ അധ്യായം 3-ാം വാക്യം, ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. അഹരോൻ അത് കണ്ടാറെ അതിൻ്റെ മുമ്പാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്കൊരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. യാഗപീഠം ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടി? കാളക്കുട്ടിക്ക്. ദൈവത്തിനാണോ? ഉണ്ടാക്കിയത് ആരെയാണ്? കാളക്കുട്ടി. പറയുന്നത് എന്താണ്? യഹോവയ്ക്ക് ഉത്സവം. ഇത് തന്നെയാണ് പലപ്പോഴും നടക്കുന്നത്.
ആരാധന ആർക്കാണ്? യഹോവയ്ക്ക്. പക്ഷെ തലയിൽ കയറിയത് എന്താണ്? കാളക്കുട്ടി. ആരാധന മുന്നേ നയിക്കുന്നത് ആരാണ്? പൗരോഹിത്യം പ്രാപിച്ച അഹരോൻ. അവിടെയും തെറ്റെന്ത് ചെയ്തിട്ടില്ല, പറ്റിയിട്ടില്ല. പൗരോഹിത്യം പ്രാപിച്ച അഹരോൻ തന്നെ ആരാധന ലീഡ് ചെയ്യാണ്. ആരാധന ലീഡ് ചെയ്യുമ്പോൾ യാഗപീഠം ആർക്കുള്ളതാണ്? യഹോവയ്ക്കുള്ളതാണ്. പക്ഷെ അവിടെ കയറിയ സംഭവം എന്താണ്? കാളക്കുട്ടി കയറി. ദൈവം അവരെ കൈവിട്ടു. ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ കൈവിട്ടു. ഗ്ലോറി ടു ഗോഡ്. ആ സന്ദർഭം മോശം ദൈവസന്നിധിയിൽ നിന്ന് കൽപ്പന, കർത്താവ് കൈ കൊണ്ട് എഴുതി കൊടുത്ത കൽപ്പനയും കൊണ്ട് താഴെ വരികയാണ്. താഴെ വരുമ്പോൾ ഇവിടെ പൗരോഹിത്യം അഹരോനും കൂട്ടരും എല്ലാം കാളക്കുട്ടി ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച ദൈവം നീയാകുന്നു എന്ന് പറഞ്ഞ് കാളക്കുട്ടി ആരാധിക്കുന്ന കാര്യം മോശ കണ്ടു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ, അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ച് അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിൻ്റെ അടിവാരത്ത് വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. ഈ കൽപ്പലക കൊടുത്തതാരാണ്? ദൈവം. മോശ അതിനെ എന്ത് ചെയ്തു? ഈ സന്ദർഭം കണ്ടപ്പോൾ, കാളക്കുട്ടിയെ വെച്ച് ആരാധിക്കുന്നത് കണ്ടപ്പോൾ മോശ ഈ കൽപ്പലക എന്ത് ചെയ്തു? അടിവാരത്ത് വെച്ച്, പർവ്വതത്തിൻ്റെ അടിവാരത്ത് വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടിയെ അവനെടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി. കാളക്കുട്ടി എന്ത് ചെയ്തു? ഉണ്ടാക്കി വെച്ചിരുന്ന കാളക്കുട്ടിയെ എന്ത് ചെയ്തു? ഈ കല്ലിനെ അടിച്ചു പൊട്ടിച്ചു. ദൈവം കൊടുത്ത കൽപ്പലയെ അടിച്ചു പൊട്ടിച്ചു. കാളക്കുട്ടിയെ പൊട്ടിച്ചു. ആര്? മോശ. ഗ്ലോറി ടു ഗോഡ്. പൊട്ടിച്ച് വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. ഈ കാളക്കുട്ടിയെ അരച്ച് കലക്കി വെള്ളത്തിൽ കലക്കി ഇട്ടിട്ട് ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. മോശ അഹരോനോട്, ഈ ജനത്തിന്മേൽ ഇത്ര വലിയ കോപം വരുത്തുവാൻ അവർ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അതിന് അഹരോൻ പറഞ്ഞത്, യജമാനന്റെ കോപം ജനിക്കരുതേ, ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് നീ അറിയുന്നുവല്ലോ. 28-ാമത്തെ വാക്യത്തിൽ, ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. ഇവിടെ മോശ ഒരു കാര്യം പറയുന്നു, എന്താ? ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കേണ്ടുന്നവർ മാറി നിന്നോളം പറഞ്ഞു. ലേവ്യർ എല്ലാവരും കൂടെ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വശത്ത് മാറി നിന്നു. ബാക്കി എല്ലാവരും മറ്റൊരു ഭാഗത്തിലേക്ക് എന്ത് ചെയ്തു? മാറി നിൽക്കുമ്പോൾ അവിടെ ഒരു ന്യായവിധി വരികയാണ്. ആ ന്യായവിധി വരുന്നത് എന്താണ്? ഇപ്പോൾ വായിച്ചു, ലേവ്യ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. സ്തോത്രം. ദൈവത്തിൻ്റെ അക്ഷരത്തിൻ്റെ ശുശ്രൂഷ, അക്ഷരികമായ കൽപ്പലകയിൽ ദൈവം കൊത്തിയ കൽപ്പലകയുടെ ശുശ്രൂഷ കയ്യിൽ വാങ്ങിച്ചതിൻ്റെ അന്ന് 3000 പേര് മരിച്ചു. ഇതേ സന്ദർഭം നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശുശ്രൂഷ പത്രോസിൻ്റെ മേൽ വെളിപ്പെട്ടപ്പോൾ 3000 പേർ ജീവിച്ചു. ഇതാണ് ശുശ്രൂഷ. അക്ഷരം കൊല്ലുന്നു. ഈ സംഖ്യ പോലും അവിടെ കറക്റ്റാണ്. 3000 പേര് എന്ത് ചെയ്തു? മരിച്ചു. പുതിയ നിയമത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ 3000 പേർ ജീവിച്ചു. അക്ഷരത്തിൻ്റെ കൽപ്പലകയും കൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ 3000 പേർ മരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. പ്രിയമുള്ളവരെ, കാളക്കുട്ടി തലയിൽ കയറി കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവരെ കൈവിട്ടു. ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ ദൈവം അവരെ കൈവിട്ടു. വഞ്ചിക്കപ്പെടരുത്. നിങ്ങളുടെ അത്യാഗ്രഹമായ വിഗ്രഹം. അത്യാഗ്രഹം എന്താണ്? വിഗ്രഹം. ഗ്ലോറി ടു ഗോഡ്. അത്യാഗ്രഹം കൊണ്ടാണ് പലപ്പോഴും ദൈവത്തെ എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നതെങ്കിൽ ഓർത്തോണം, കാളക്കുട്ടി തലയിലാണ്. സ്തോത്രം. നിങ്ങളുടെ ദ്രവ്യാഗ്രഹം എന്ന വിഗ്രഹം, ഞാൻ പറയുന്നത് എഫേഷ്യൻസ് 5-ാമത്തെ അധ്യായത്തിലുള്ളതും കൊലോഷ്യൻസ് എഴുതിയ ലേഖനത്തിലുള്ള ഭാഗമാണ്. അത്യാഗ്രഹവും ദ്രവ്യാഗ്രഹവും വിഗ്രഹമെന്ന വചനം പറയും. അപ്പോൾ ഇന്ന് ആരാധിക്കുമ്പോൾ ജനത്തിൻ്റെ തലയിൽ എന്താണ്? കാളക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഓർത്തോണം, അവിടെ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാവും. സ്തോത്രം. എന്താണ് അവിടുത്തെ ന്യായവിധി? ദൈവം അവരെ കൈവിട്ടു. പകരം അവിടെ എന്താത്മാവ് വന്നു? ആകാശത്തിലെ സൈന്യം അവരുടെ മേൽ റാഞ്ചി. അവരെ റാഞ്ചി കൊണ്ടു. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തെ ഭയപ്പെടുക. ആത്മാവിൽ ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുമ്പോൾ അന്തരാത്മാവിൽ എന്ത് ചെയ്തു? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരും. ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? നിത്യനരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ ചോദിക്കുക. അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും അവിടെ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അന്നും ഇന്നും നടക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്.
അങ്ങനെ ഇവിടെ വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള വിഷയം വന്നപ്പോഴാണ് നമ്മൾ ഈ ഭാഗത്തിലേക്ക് നമ്മൾ വരേണ്ടി വന്നത്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുയേശുവിലൂടെയുള്ള വിശ്വാസ നീതീകരണത്തിനാണ് നമ്മൾ ഹല്ലേലൂയ കർത്താവിൽ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തിൽ എന്ത് ചെയ്തു? വിശ്വസിച്ചു. ദൈവം അത് അവന് നീതിയായി കണക്കിട്ടു. അവന് നീതിയായി കണക്കിട്ടു എന്നുള്ളത് ആരെയും കൂടെ ഉദ്ദേശിച്ചിട്ടാണ്? അബ്രഹാമിൻ്റെ വിശ്വാസമുള്ള നമ്മയും കൂടെ ഉദ്ദേശിച്ചിട്ടാണ്. നമുക്കും ആ നീതീകരണം ക്രിസ്തുവിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് തരികയാണ്. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കൾ എന്നറിവിൻ. കണ്ടോ, വിശ്വാസികൾ, നീതീകരണത്തിന് വേണ്ടിയിട്ടുള്ള വിശ്വാസം. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു, ദൈവം അത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടു. ഗ്ലോറി ടു ഗോഡ്. 8-ാമത്തെ വാക്യം, എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട്. കണ്ടോ, വിശ്വാസം മൂലം ദൈവം ജാതികളെ നീതീകരിക്കുന്നു. യഹൂദന്മാർ പോയിട്ട് ബാക്കിയുള്ള സകലരും ആരാണ്? ജാതികളാണ്. വാഗ്ദത്തം കൊടുത്തത് ആർക്കാണ്? യഹൂദൻ. പ്രമാണം കൊടുത്തത് ആർക്കാണ്? യഹൂദൻ. നിയമങ്ങൾ കൊടുത്ത ആർക്കാണ്? യഹൂദൻ. പാപം ചെയ്താൽ അതിൻ്റെ പരിഹാര മാർഗങ്ങൾ കൊടുത്തത് ആർക്കാണ്? യഹൂദൻ. പക്ഷേ വിശ്വാസം മൂലം പ്രമാണം ലഭിക്കാത്ത ജാതികൾക്ക് വിശ്വാസം മൂലം നീതീകരണം ലഭിക്കുമെന്നുള്ളത് അബ്രഹാം കഴിഞ്ഞ് 430 വർഷം കഴിഞ്ഞിട്ടാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ത് ചെയ്യുന്നത്? ദൈവം കൊടുക്കുന്നത്. പക്ഷേ അതിനും പ്രമാണം ലഭിക്കുന്നതിന് 430 വർഷം പുറകിൽ അബ്രഹാം വിശ്വാസ നീതീകരണം എന്ത് ചെയ്തു? പ്രാപിച്ചു. ആ പ്രാപിച്ചത് ആർക്കും കൂടെ ഉള്ളതാണ്? നമുക്കും കൂടെ ഉള്ളതാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. മനുഷ്യൻ അബ്രഹാം അങ്ങോട്ട് ഉടമ്പടി എന്ത് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അബ്രഹാം പിളർക്കപ്പെടേണ്ടി വന്നില്ല. ഞാൻ എന്ത് ചെയ്യേണ്ടി വന്നില്ല? പിളർക്കപ്പെടേണ്ടി വന്നില്ല. എനിക്ക് പകരം ക്രിസ്തു പിളർക്കപ്പെട്ടു. കാര്യം, ഉടമ്പടി തെറ്റാൻ പാടില്ല. അത് ആരുടെ ഉറപ്പാണ്? ദൈവത്തിൻ്റെ. അപ്പോൾ ദൈവം ഇങ്ങോട്ട് ഉടമ്പടി ചെയ്തു. ദൈവം ഇങ്ങോട്ട് മനുഷ്യനോട് ഉടമ്പടി ചെയ്തതാണ് ക്രിസ്തു ക്രൂശിൽ പിളർക്കപ്പെട്ടത്. ആ വിശ്വാസം എനിക്ക് വേണ്ടി ക്രിസ്തു ക്രൂശിൽ എന്ത് ചെയ്തു? ഉടമ്പടിയുടെ പൂർത്തീകരണം ചെയ്തു. എൻ്റെ ശിക്ഷാവിധി അവൻ്റെ മേൽ ആയി. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ്, എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട്. ഈ മുൻകണ്ടിട്ടെന്ന് എഴുതിയിരിക്കുന്ന എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പന മോശയ്ക്ക് കൊടുക്കുന്നതിന് മുൻപേ, ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുൻപേ, ന്യായപ്രമാണത്താലല്ല വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു എന്നുള്ള കാര്യം ദൈവത്തിന് നേരത്തെ അറിയാം. മുൻകണ്ടിട്ട് നിന്നിൽ, അബ്രഹാമിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. കണ്ടോ, നിന്നിൽ, അബ്രഹാമിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അബ്രഹാമിൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം. ഇന്ന് അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെന്ത് പറയും? ആടുകളും മാടുകളും ഇടയന്മാരും യുദ്ധവീരന്മാരായിട്ടുള്ള കൂട്ടു സഹോദരങ്ങളും ഒക്കെ ആയിട്ടൊരു വലിയ സംഘം ദേശത്തിന് കവിഞ്ഞുകൂടാതെ വണ്ണം ദൈവം അബ്രഹാമിനെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു എന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഗ്ലോറി ടു ഗോഡ്. ആ ഭാഗത്തിൽ നമ്മളൊരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പമായിട്ട് ആ ഭാഗത്തിലൂടെ നമുക്കൊന്ന് ചിന്തിച്ചതിന് ശേഷം നമുക്ക് മുമ്പിലോട്ട് വരാം. 12-ാമത്തെ അധ്യായത്തിൽ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്ന പദങ്ങളാണ് ഇവിടെ, വചനങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വചനം ഇവിടെ അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുക്കുക. പുതിയ നിയമത്തിൽ ലൂക്കോസ് ആണ് ഈ അപ്പോസ്തല പ്രവൃത്തി എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്. പരിശുദ്ധാത്മാവാണത് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോസ്തല പ്രവൃത്തി 3-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം.
ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും. ഇപ്പോൾ നമ്മൾ 12-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ അവസാന ഭാഗം നമ്മൾ വായിച്ചതാണ്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതേ കോട്ട് എന്താണ് ലേഖനകർത്താവ് ഇവിടെ എന്ത് ചെയ്യുന്നു? എടുത്ത് രേഖപ്പെടുത്തുകയാണ്. 3-ാം അപ്പോസ്തലപ്രവൃത്തി 3:25. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് അത് എന്താണ് അനുഗ്രഹം എന്ന് അവിടെ എഴുതി വയ്ക്കുന്നു. എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. ക്രിസ്തുവിനെ ക്രൂശിച്ചതിനനന്തരം അവരോട്, യഹൂദ ജനതയോട് ഇവിടെ ദൈവത്തിൻ്റെ അഭിഷിക്തനായ കർത്താവിൻ്റെ ദാസൻ പ്രസംഗിക്കുന്ന പ്രസംഗമാണ്. വിളിച്ചു പറയുകയാണ്, നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെ മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടുന്നതിന് അവനെ അയച്ചിരിക്കുന്നു. അപ്പോൾ അനുഗ്രഹം എന്താണ്? ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ ആണ് അനുഗ്രഹം. വചനമാണ് പറയുന്നത്. അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹം എന്താണെന്ന് ഒരു കൂട്ടം ആൾക്കാർ കാണുന്നത് എന്താണ്? ആടും മാടും ഭൗമിക നന്മകളും അനുഗ്രഹങ്ങളും ദേശം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹവും. പക്ഷെ ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ കാണേണ്ട അനുഗ്രഹം എന്താണ്? ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ വായിക്കാം. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെ മക്കൾ നിങ്ങൾ തന്നെ. യഹൂദ ജനതയെ നോക്കി പറയുന്നതാണ്. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു. നിങ്ങളുടെ ഇടയിൽ നിന്നാണ് യേശുവിനെ എഴുന്നേൽപ്പിച്ചത്. യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടുന്നതിന് അവനെ അയച്ചിരിക്കുന്നു. അപ്പോൾ അനുഗ്രഹം എന്താണ്? ഓരോരുത്തനെയും യേശുക്രിസ്തുവിലൂടെയുള്ള ആ രക്ഷ അനുഭവിക്കേണ്ടുന്നതിന് അവനവൻ്റെ അകൃത്യങ്ങൾക്കുള്ള ശിക്ഷാവിധി ക്രിസ്തുവിലൂടെ നൽകപ്പെട്ട് ക്രിസ്തുവിലേക്ക് തിരിക്കുന്നതാണ് അനുഗ്രഹം. സകല ജാതികളെയും, ഭൂമിയിലുള്ള സകല ജാതികളെയും ആത്മാവിൽ മോക്ഷം പ്രാപിക്കേണ്ടുന്നതിന്, നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന്, സകല ജനത്തെയും യഹൂദനെയും ജാതികളെയും ഒരുപോലെ അനുഗ്രഹിക്കേണ്ടുന്നതിനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ എന്ത് ചെയ്തത്? വന്നത്. അപ്പോൾ യഥാർത്ഥ അനുഗ്രഹം എവിടെ ഇരിക്കുന്നു? ആത്മാവിൻ്റെ രക്ഷയാണ് ക്രിസ്തുവിൽ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. മനുഷ്യൻ ദൈവത്തോട് ഉടമ്പടി ചെയ്യാനായിട്ട് മൃഗങ്ങളെ എന്ത് ചെയ്തു? നടുവെ പിളർന്നു വയ്ക്കുമ്പോൾ ദൈവം ഇങ്ങോട്ട് വരുമ്പോൾ ദൈവം അവനെ തന്നെ എന്ത് ചെയ്യാണ്? പിളർക്കുകയാണ്. എനിക്ക് വേണ്ടി ഭൂമിയിലെ സകല ജാതികൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ പുലർക്കപ്പെട്ട ക്രിസ്തുവിങ്കിലേക്ക് വന്നിട്ടല്ലാതെ രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. അത് എങ്ങനെ പ്രാപിക്കാൻ കഴിയും? വിശ്വാസത്താൽ. അതാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടിയത്. ഇവിടെ നമ്മൾ വായിച്ചു ഗലാത്യർ 3:8. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട്. ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുന്നമേ 430 വർഷം പുറകിൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സകല ജാതികളും നിന്നിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് തിരുവെഴുത്ത് മുന്നിൽ കണ്ടിട്ട് സകല ജാതികളും എന്ത് ചെയ്തു? അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവം. സ്തോത്രം. എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്താണ്? നീതീകരണം, ക്രിസ്തുവിലൂടെയുള്ള നീതീകരണം. സ്തോത്രം. ഉടമ്പടി ബന്ധത്തിൽ തന്നെ അബ്രഹാം വിശ്വാസത്താൽ എന്ത് ചെയ്തു? പ്രാപിച്ചു. തൻ്റെ നീതീകരണം മാത്രമല്ല, തന്നിൽ നിന്ന് ജനിക്കപ്പെടുന്ന, സ്തോത്രം, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയുള്ള. മറ്റേ കാറ്റഗറി നമ്മൾ നേരത്തെ ചിന്തിച്ചു, ഭൗമികമായതാണ്. അക്ഷരാർത്ഥത്തിൽ ഇല്ലേ, ആകർണ മക്കൾ എന്ന് പറയുന്നത് നമുക്കറിയാം, അന്നും ഇന്നും പ്രശ്നം തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ജഡപ്രകാരം ജനിച്ചവർ, ആത്മപ്രകാരം ജനിച്ചവർക്ക് അന്നും ഇന്നും ഉപദ്രവം തന്നെയാണ്. സ്തോത്രം. നമ്മൾ ആത്മപ്രകാരം ജനിച്ചവരാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം.
അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ എന്ത് ചെയ്യുന്നു? അനുഗ്രഹിക്കപ്പെടുന്നു. 10-ാമത്തെ വാക്യം, എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. നിങ്ങളും കൂടെ അത് വായിച്ചു വന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. കാരണം എന്താണെന്നറിയോ? അതിൽ തന്നെ വായിക്കുന്നു, ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാത്തവർ ആരാണ്? ശപിക്കപ്പെട്ടവർ. ഈ ശപിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് എങ്ങോട്ട് ശപിക്കപ്പെട്ടവർ? നിത്യ നരകത്തിലേക്ക് മാറ്റപ്പെടാൻ ശപിക്കപ്പെട്ടവർ. പ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അനുസരിക്കുന്നവർ എങ്ങോട്ടു? നിത്യജീവനിലേക്ക് പോകും. ഞാൻ നിന്റെ മുമ്പിൽ പ്രമാണം എന്ത് ചെയ്യാണ്? വയ്ക്കുകയാണ്. ന്യായപ്രമാണം വയ്ക്കുകയാണ് മനുഷ്യൻ്റെ മുമ്പിൽ. ജീവനും മരണവും അതിലുണ്ട്. നിനക്ക് ഏത് വേണോ എന്ത് ചെയ്യാം? തിരഞ്ഞെടുക്കാം. യഹൂദ ജനതയ്ക്കാണ് അത് കൊടുത്തത്. പക്ഷേ യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസ നീതീകരണം യഹൂദന്മാരെന്ത് ചെയ്യുന്നില്ല? സ്വീകരിക്കുന്നില്ല. ജാതികളിൽ നിന്നുള്ളൊരു ഭൂരിഭാഗം അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് എന്ത് ചെയ്യാണ്? അവർ ചിന്തിച്ച് അങ്ങോട്ട് പോയാണ്. ഇവിടെ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അബ്രഹാമിനെ അനുഗ്രഹിച്ചത് ആര്? ദൈവമാണോ? 2 അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒന്ന് ആത്മീയമായ അനുഗ്രഹം, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്, അതാണ് പ്രധാനം. ഭൗമികമായ അനുഗ്രഹം അബ്രഹാമിന് എവിടെ നിന്ന് കിട്ടി? നമ്മൾ നേരത്തെ വായിച്ച ഉൽപ്പത്തി 12-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിച്ചിട്ടാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 3-ാമത്തെ അധ്യായത്തിലേക്ക് വന്നത്. ഗ്ലോറി ടു ഗോഡ്. അതിൻ്റെ 10-ാമത്തെ വാക്യം, ഉൽപ്പത്തി 12:10, ദേശത്ത് ക്ഷാമം ഉണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രഹാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. കണ്ടോ? ഭക്തനാണ്, ദൈവത്തെ കണ്ട മനുഷ്യനാണ്, എല്ലാം ആണെങ്കിലും ഒരു പിന്മാറ്റം എന്ത് ചെയ്തു? അബ്രഹാമിനും ഉണ്ടായി. അബ്രഹാമിൻ്റെ പിന്മാറ്റം എങ്ങോട്ടായിരുന്നു? മിസ്രൈമിലേക്ക്. മിസ്രൈമിലോട്ട് പോകാൻ കാരണം എന്താണ്? ദേശത്തിൽ ക്ഷാമം ഉണ്ടായി. പ്രിയമുള്ളവരെ, അപ്പത്തിൻ്റെ ഭവനത്തിൽ ക്ഷാമം ഉണ്ടായാലും അവിടെ എന്ത് ചെയ്യരുത്? വിടരുത്. നമ്മൾ ദൈവസന്നിധിയിൽ തന്നെ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഗ്ലോറി ടു ഗോഡ്. അബ്രഹാം എന്ത് ചെയ്തു? മിസ്രൈമിലേക്ക് പോയി. മിസ്രൈമിൽ എത്തുമാറായപ്പോൾ അവൻ തൻ്റെ ഭാര്യ സാറായിയോട് പറഞ്ഞത്, ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് ഞാൻ അറിയുന്നു. സാറയെക്കുറിച്ച് പറയുകയാണ്. മിസ്രൈമർ നിന്നെ കാണുമ്പോൾ ഇവൾ അവൻ്റെ ഭാര്യയെന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. അബ്രഹാമിനെ കൊല്ലുകയും അവളെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുമെന്ന് സാറയോട് പറഞ്ഞിട്ട് നീ എൻ്റെ സഹോദരി എന്ന് പറയണം. എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. അവരെന്നെ എന്ത് ചെയ്യത്തില്ല? കൊല്ലത്തില്ല. അങ്ങനെ അബ്രഹാം മിസ്രൈമിലെത്തിയപ്പോൾ സ്ത്രീ അതിസുന്ദരി എന്ന് മിസ്രൈമ്യർ കണ്ടു. സാറ അതിസുന്ദരിയാണെന്ന് മിസ്രൈമ്യർ കണ്ടിട്ട് ഫറവോൻ്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു. ഫറവോൻ്റെ പ്രഭുക്കന്മാരും സാറയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഫറവോൻ്റെ മുമ്പാകെ സാറയെക്കുറിച്ച് പ്രശംസിച്ചു കഴിഞ്ഞപ്പോൾ ഫറവോൻ എന്ത് ചെയ്തു? സ്ത്രീ ഫറവോൻ്റെ അരമനയിൽ പോകേണ്ടി വന്നു. അബ്രഹാമിൻ്റെ ഭാര്യ സാറ ഫറവോൻ്റെ അരമനയിൽ എന്ത് ചെയ്യേണ്ടി വന്നു? പോകേണ്ടി വന്നു. എന്ത് നിമിത്തം? സൗന്ദര്യ നിമിത്തം. അവളുടെ നിമിത്തം അവൻ അബ്രഹാമിന് നന്മ ചെയ്തു. കണ്ടോ? 16-ാം വാക്യം. സാറ നിമിത്തം അവൻ, ആര്? ഫറവോൻ. അപ്പോൾ അബ്രഹാമിന് അനുഗ്രഹം വന്നത് എവിടെ നിന്ന്? ഫറവോൻ നിമിത്തം എന്ത് ചെയ്തു? അബ്രഹാമിന് അനുഗ്രഹം വന്നു. ആൾക്കാർ പറയുന്നത് എന്താണ്? അബ്രഹാമിനെ ആരനുഗ്രഹിച്ചു? ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹം എന്താണെന്നുള്ളത് ആത്മീയമായിട്ടുള്ള അനുഗ്രഹമാണ്. മെറ്റീരിയൽ ബ്ലെസ്സിങ്സേ അല്ല. നമ്മൾ ഇവിടെ വായിക്കും. പ്രിയമുള്ളവർ, ഇതൊക്കെ ദിവസങ്ങളെടുത്ത് ധ്യാനിച്ചാൽ തീരാത്ത ഭാഗമാണ്. വിശ്വാസ നീതീകരണം എന്ന് പറയുന്നത് ദിവസങ്ങളെടുത്ത് നമ്മൾ ഈ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് തീരത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അവന് കണ്ടോ, ആടുമാടുകളും ആൺകഴുതകളും ദാസന്മാരും ദാസിമാരും പെൺകഴുതകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ ഭാര്യയെ സാറായി നിമിത്തം യഹോവ ഫറവോനെയും അവൻ്റെ കുടുംബത്തെയും അത്യന്തം ദണ്ഡിപ്പിച്ചു. അപ്പോൾ ഫറവോൻ അബ്രഹാമിനെ വിളിച്ച്, നീ എന്നോട് ഈ ചെയ്തത് എന്ത്? അവൾ നിന്റെ ഭാര്യ എന്ന് എന്നെ അറിയിക്കാത്തത് എന്ത്? അവൾ എൻ്റെ സഹോദരി എന്ന് എന്തിനു പറഞ്ഞു? ഞാൻ അവളെ ഭാര്യയായിട്ട് എടുപ്പാൻ സംഗതി വന്നുപോയല്ലോ. ഫറവോൻ ഉണ്ടോ? ഞാൻ അവളെ ഭാര്യയായിട്ട് എടുപ്പാൻ സംഗതി വന്നുപോയല്ലോ. ഇപ്പോൾ ഇതാ നിന്റെ ഭാര്യ, അവളോടുകൂടെ പോക എന്ന് പറയും. ഫറവോൻ അവനെക്കുറിച്ച് തൻ്റെ ആളുകളോട് കൽപ്പിച്ചു. അവർ അവനെയും അവൻ്റെ ഭാര്യയെയും അവനുള്ള സകലവുമായി പറഞ്ഞയച്ചു.
13-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ. ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്ന് കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം സമ്പന്നനായി തീർന്നു. നമ്മൾ 12-ന്റെ 10-ാം വാക്യത്തിൽ വായിച്ചിരുന്ന ദേശത്തിൽ ക്ഷാമം ഉണ്ടായിട്ട് വന്ന വാർത്തയാണ്. പോയപ്പോഴോ ബഹു സമ്പത്ത്. എവിടെ നിന്ന് വന്നു? ജനം പറയണത് എന്താണ്? അബ്രഹാമിന് ആരനുഗ്രഹിച്ചു? വചനം പറയുന്നത് എന്താണ്? ഫറവോൻ അനുഗ്രഹിച്ചു. തിരുത്തപ്പെടുന്നുണ്ടോ വചനത്തിലൂടെ? അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹം ഞാനും നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിൽ ഇറങ്ങി വന്ന് വചനത്തിലൂടെയുള്ള വെളിപ്പെടുത്തി തന്നിട്ടല്ലാതെ അബ്രഹാമിൻ്റെ വിശ്വാസ നീതീകരണം എന്നുള്ള സബ്ജക്റ്റിൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കത്തില്ല. ഗ്ലോറി ടു ഗോഡ്. 20-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വരാം. ഇവിടെ ഒരു കുഴപ്പമാണ് എന്ത് ചെയ്തേ പറയുന്നത്. എന്താണ്? അബ്രഹാം പറയുന്നത്, നീ എൻ്റെ ആങ്ങളെയാണെന്ന് എന്ത് ചെയ്യണം? പറയണം. അബ്രഹാം തിരിച്ചും സാറ എൻ്റെ പെങ്ങളാണെന്ന് പറയുന്നു. കാരണം എന്താ? ഇല്ലെങ്കിൽ അബ്രഹാമിനെ തട്ടിക്കളയും. എന്ത് നിമിത്തം? സാറയുടെ സൗന്ദര്യ നിമിത്തം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സാറയെ ദൈവം എന്ത് ചെയ്തു? വാർദ്ധക്യത്തിലും ദൈവം എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. ഏത് പ്രായത്തിലാണ് സൗന്ദര്യമുള്ളതെന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കണം. സ്തോത്രം. ദൈവം പുതുക്കി. കാര്യം വാഗ്ദത്ത സന്തതി ജനിക്കാനുള്ള സാറേ അബ്രഹാമിനെ ദൈവം പുതുക്കി. നിർജീവാവസ്ഥകളിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? വാഗ്ദത്തം പ്രാപിക്കേണ്ടുന്നതിന് ദൈവം എന്ത് ചെയ്തു? അവരെ ഒരുക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഓക്കെ, 20-ാമത്തെ അധ്യായത്തിൽ വരാം. അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്ക് ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കാദേശിനും സൂര്യനും മധ്യേ കുടിയിരുന്ന് ഗരാരിൽ പരദേശിയായി പാർത്തു. ഇവിടെ മറ്റൊരു സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. നേരത്തെ മിസ്രൈമിലാണ് പോയത്. ഇവിടെ ഗരാരിൽ പരദേശിയായി പാർത്തു. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെക്കുറിച്ച് അവൾ എൻ്റെ പെങ്ങളെന്ന് പറഞ്ഞു. ഗരാർ രാജാവായ അബിമലേക്ക്. നേരത്തെ വായിച്ചത് ആരാണ്? ഫറവോൻ. ഇവിടെ വായിക്കുന്ന ആരാണ്? അബിമലേക്ക്. ഇപ്പൊ അവിടെ ചെന്നപ്പോഴും പെട്ടു. അബിമലേക്ക് ആളയച്ച് സാറയെ കൊണ്ടുപോയി. ഉണ്ടോ? മറ്റേതാര്? പ്രഭുക്കന്മാർ ചെന്ന് ഫറവോന്റെ അടുത്ത് പറഞ്ഞപ്പോൾ സാറയെ കണ്ടു ചെയ്തു കൊണ്ടുപോയി. ഇവിടെ അബിമലേക്ക് ആളയച്ച് സാറയെ കൊണ്ടുപോയി. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബിമലേക്കിന്റെ അടുക്കൽ വന്നു. കണ്ടോ ദൈവത്തിന്റെ സ്നേഹം കണ്ടോ? ദൈവം രാത്രിയിൽ സ്വപ്നത്തിൽ അബീമലേക്കിന്റെ അടുക്കൽ വന്നിട്ട്, നീ എടുത്ത സ്ത്രീ നിമിത്തം നീ മരിക്കും. ദൈവം അബീമലേക്കിനോട് സംസാരിക്കുകയാണ്. അവൾ ഒരു പുരുഷന്റെ ഭാര്യയെ അരുളി ചെയ്ത് അബ്രഹാമിന്റെ ഭാര്യയാണെന്നുള്ള കാര്യം ദൈവം പറഞ്ഞു. അബ്രഹാം പറഞ്ഞ എന്നാണ് എൻ്റെ പെങ്ങളും. പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. സംഭവം സത്യം തന്നെയാണ്. ഗ്ലോറി ടു ഗോഡ്. 12-ാമത്തെ വാക്യം നമുക്ക് വായിച്ചിട്ട് ധ്യാനിക്കാം. വാസ്തവത്തിൽ അവൾ എൻ്റെ പെങ്ങളാകുന്നു, എൻ്റെ അപ്പൻ്റെ മകൾ, എൻ്റെ അമ്മയുടെ മകളല്ല താൻ. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാണ്? ഒരപ്പന് രണ്ടമ്മയിലുണ്ടായതാണ് അബ്രഹാമും സാറയും. അതുകൊണ്ടാണ് അബ്രഹാം പറഞ്ഞത് ഇവളെൻ്റെ ആര്? സഹോദരിയാണ്. സാറയും പറഞ്ഞെന്താണ്? ഇവൻ ആരാണ്? എൻ്റെ സഹോദരൻ. പറഞ്ഞത് ശരിയാണ്. അബ്രഹാമിൻ്റെ അപ്പനും സാറയുടെ അപ്പനും ഒന്ന്, രണ്ടുപേരുടെ അമ്മമാര് രണ്ട്. മനസ്സിലായോ? പഴയ നിയമത്തിലെ കാര്യങ്ങളാണ് കേട്ടോ. ഇതെടുത്ത് വെച്ച് ചിന്തിച്ചാളല്ലേ പുതിയ നിയമത്തിൻ്റെ കാര്യങ്ങളിൽ. സ്വതന്ത്രം. ഓക്കെ, അബ്രഹാമിന് അങ്ങനെ ആകെ പിന്നെ എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാന്ന് എന്ത് ചിന്തിച്ച് കഴിഞ്ഞാൽ നിത്യ നരകത്തിൽ എന്ത് ചെയ്യും? ഓ, ചിന്തിക്കാൻ പോലും പാടില്ലെന്നാണ് വചനം പുതിയ നിയമത്തിൽ. സ്വതന്ത്രം. ഓക്കെ, അപ്പോൾ ദൈവം അങ്ങനെ ഒരു ഭീതി എന്ത് ചെയ്തു കൊടുത്തപ്പോൾ 4-ാം വാക്യം, അബീമേലെക്ക് അവളുടെ അടുക്കൽ ചെന്നിരുന്നില്ല. ആകയാൽ അവൻ, കർത്താവേ, നീതിയുള്ള ജാതിയെ നീ കൊല്ലുമോ? അതായത് തിരിച്ച് അബീമേലെക്ക് ദൈവത്തോട് ചോദിക്കുകയാണ്, അബ്രഹാമിൻ്റെ പെങ്ങളാണ് ഇവള്, ഞാൻ ഈ കാര്യം എന്ത് നീതിയോടുകൂടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, അങ്ങനെ നീതിയോടുകൂടി ചെയ്ത എന്നെ നീ കൊല്ലുമോ? ദൈവത്തോട് അങ്ങോട്ട് ചോദിക്കുക. സ്വത്രം. ഇവൾ എൻ്റെ പെങ്ങളാകുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ. അങ്ങനെയെങ്കിൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ആളാരാണ്? അബീമേലെക്കാണ്. അവൻ എൻ്റെ ആങ്ങള എന്ന് അവളും പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞിരിക്കുകയല്ലേ, ഹൃദയ പരമാർത്ഥതയോടും കൂടെ നിർമ്മലതയോടും കൂടെ ഞാൻ ഈ കാര്യം ചെയ്തിരിക്കുന്നു. അബീമേലെക്ക് ദൈവത്തോട് പറയണം, ഞാൻ ഈ കാര്യം ചെയ്തിരിക്കുന്നതാണ് ഹൃദയ പരമാർത്ഥതയോടും നിർമ്മലതയോടും കൂടി ചെയ്തിരിക്കുന്നു. അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട്, നീ ഇത് ഹൃദയ പരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ. അബീമേലെക്ക് പാപം ചെയ്യുന്നത് ആരോടായിരിക്കും? ദൈവത്തോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു. ദൈവം നമ്മളെ തടുക്കുകയാണ്. ഇപ്പോൾ ആ പുരുഷന് അവൻ്റെ ഭാര്യ എന്ത് മടക്കി കൊടുത്തു. അവനൊരു പ്രവാചകനാകുന്നു. നീ ജീവനോടെ ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അബീമേലെക്ക് ജീവനോടെ ഇരിക്കണമെങ്കിൽ ആര് പ്രാർത്ഥിക്കണം? അബ്രഹാം. സ്തോത്രം. 14-ാമത്തെ വാക്യത്തിൽ വരാം. അബീമേലെക്ക് അബ്രഹാമിന് ആടുമാടുകളെയും ദാസീദാസന്മാരെയും കൊടുത്തു.
ആര് കൊടുത്തതല്ല, ദൈവം കൊടുത്തതല്ല. നേരത്തെ നമ്മൾ വായിച്ച അധ്യായത്തിൽ ആര് കൊടുത്തു? ഫറവോൻ കൊടുത്തു. ഇവിടെ ആര് കൊടുത്തു? അബീമേലെക്ക് കൊടുത്തു. ദൈവം മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് കൊടുക്കുന്നതിൽ ഈ കാര്യത്തിനകത്ത് ദൈവം ഉത്തരവാദിയല്ല. അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? ലോകപ്രകാരമുള്ള ബ്ലെസ്സിങ്സിൻ്റെ പുറകെ പോകുമ്പോൾ ഓർത്തോണം മേളിൽ സംഭവിച്ച കാര്യങ്ങൾ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമ്മളെ അനുഗ്രഹിച്ച അനുഗ്രഹത്തെ എന്താ? ആത്മമണ്ഡലത്തിലെ വിഷയമാണ് അബ്രഹാമിൻ്റെ വിശ്വാസം. ദൈവമായിട്ടുള്ള ഉടമ്പടിയുടെ ബന്ധം അത് ആത്മമണ്ഡലത്തിലെ വിഷയമാണ്. അത് ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരാതെ ആ അനുഗ്രഹം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവകാശമാക്കി എടുക്കാൻ പറ്റത്തില്ല. സ്തോത്രം. കണ്ടോ, അബ്രഹാമിന് ആടുമാടുകളെയും ദാസീദാസന്മാരെയും കൊടുത്തു. അവൻ്റെ ഭാര്യയായ സാറയെ അവന് മടക്കി കൊടുത്തു. ഇതാ എൻ്റെ രാജ്യം നിന്റെ മുമ്പിലിരിക്കുന്നു. ആര്? അബീമേലെക്കിൻ്റെ രാജ്യം അബ്രഹാമിൻ്റെ മുമ്പിൽ അബീമേലെക്ക് വയ്ക്കുകയാണ്. കാര്യം എന്താ? ദൈവം പറഞ്ഞിരിക്കുന്നു തട്ടികളെ. മനസ്സിലായോ? നിനക്ക് ബോധിച്ചെടുത്ത് നീ എന്ത് ചെയ്യുക? നീ പാർത്തുകൊള്ളുക. എബ്രഹാമിന് സ്ഥലം പകുത്തു കൊടുക്കുന്ന ആരാണ്? ദൈവമാണോ? നീ ബോധിച്ചെടുത്ത് പാർത്തുകൊള്ളുക. സാറയോട് അവൻ നിന്റെ ആങ്ങളയ്ക്ക് ഞാൻ 1000 വെള്ളിക്കാശ് കൊടുത്തു. അപ്പോൾ സാറ നിമിത്തം അബ്രഹാമിന് എത്ര വെള്ളിക്കാശ് കിട്ടി? 1000 വെള്ളിക്കാശ് കൊടുത്തു. ദൈവമാണോ? പിന്നെ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ചാടുന്നത് എന്തിനാണ്? പുസ്തകം എടുത്ത് വായിച്ചു പോകണം. പുതിയ നിയമത്തിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെ പരിശുദ്ധാത്മാവ് എടുത്തു വച്ചിരിക്കുന്നത് മുഴുവനും ആത്മമണ്ഡലത്തിലെ അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. കാര്യമറിയാതെ നമ്മൾ ധ്യാനിക്കാതിരുന്നിട്ട് എന്ത് പ്രയോജനം? അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് സകല ജാതികളും യേശുക്രിസ്തുവിലൂടെയുള്ള നീതീകരണത്തിന് വേണ്ടി അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത സന്തതി. ഇസഹാക്ക് നിഴലും ഇസഹാക്കിന് പൊരുളാണ് ക്രിസ്തു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഗലാത്യർ 3:16 അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. അപ്പൊ അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ആരാണ്? ക്രിസ്തു. ക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹം നമ്മൾ നേരത്തെ ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ വായിച്ചു. എന്താണ്? ഓരോരുത്തനെ അവനവന്റെ പാപങ്ങളിൽ നിന്നും, ഓരോരുത്തനെയും അവൻ്റെ അടുക്കലേക്ക് വരുന്ന ഓരോരുത്തനെയും അവനവൻ്റെ പാപങ്ങളിൽ നിന്ന് തിരിക്കുന്നതാണ് അനുഗ്രഹം. ക്രിസ്തുവിലെ അനുഗ്രഹം. ഇല്ലാതെ നിത്യജീവനില്ല. ഗ്ലോറി ടു ഗോഡ്. ഈ അനുഗ്രഹം ലഭിച്ചവരാണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ എന്ത് ചെയ്യുന്നത്? മറ്റൊരു മണ്ണി കിടക്കും. ലോകത്തിൻ്റെ ബ്ലെസ്സിങ്സ് ആണത്. നിലം ലൗകികതയെ കാണിക്കുന്നു, മണൽത്തരി ലൗകികതയെ കാണിക്കുന്നു. രണ്ടായി ദൈവം തിരിക്കുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ഒരു ആത്മാവിൽ ശരിക്ക് വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണ്. അത് അബ്രഹാമിൽ നിന്നുണ്ടാവും. മറുവശത്തിൽ കടൽപ്പുറത്തെ മണൽത്തരികൾ പോലെ തന്നെ എന്ത് ചെയ്യും? അങ്ങനെയും സന്തതി ഉണ്ടാവും. ഇതിലേത് കാറ്റഗറിയിൽ ഞാനും നിങ്ങൾ പെടണമെന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിരുത്തി വചനത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യണം. യേശുക്രിസ്തുവിലൂടെ നൽകിയിരിക്കുന്ന നിത്യജീവൻ, പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം നമ്മിൽ സംഭവിക്കാതെ വചനത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. വചനം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരണം. വെളിപ്പാടിൻ്റെ ആത്മാവ് ദൈവം നമുക്ക് തരണം. ജ്ഞാനത്തിൻ്റെ ആത്മാവ് ദൈവം നമുക്ക് തരണം. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, നീതീകരണത്തിന് വേണ്ടി ഹല്ലേലൂയ നമുക്ക് പകരം ക്രൂശിൽ കർത്താവ് പിളർക്കപ്പെട്ടു. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ വിശ്വാസം ജാതികൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, നീതീകരിക്കപ്പെടേണ്ടുന്നതിന്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ നീതീകരണം എന്നുള്ളതാണ് യഥാർത്ഥ അനുഗ്രഹം. ആ നീതീകരണം നമുക്ക് നിത്യജീവൻ എന്ത് ചെയ്യുന്നു? കാരണമായി തീരുന്നു. 10 എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകും. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ആരാണ്? യഹൂദന്മാർ. യഹൂദന്മാർ പോയിട്ട് ബാക്കിയുള്ള ജാതികളായിട്ടുള്ളവർ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന് ശേഷം പഴയ നിയമവും പുതിയ നിയമവും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു? ജാതികളിലേക്ക് എന്ത് ചെയ്യുന്നു? വീണ്ടും ദൈവം കൊടുക്കുകയാണ്. ഈ പുസ്തകം വാങ്ങിച്ച് കയ്യിൽ വെച്ചെങ്കിൽ ഇതിനകത്ത് എന്താണ് സംഭവം എന്നുള്ള കാര്യം ഇന്നും പലർക്കും അറിയത്തില്ല. പഴയ നിയമം എന്താണെന്നോ പുതിയ നിയമം എന്താണെന്നോ അറിയത്തില്ല. ദൈവം അനുവദിച്ചാൽ അതൊക്കെ നമുക്ക് ധ്യാനിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഈ 1 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗാഡ്, ഗ്ലോറി ടു ഗാഡ്. ഹല്ലേലൂയ. കേട്ടോ. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാണ്. അപ്പോൾ യഹൂദജനം എന്തിൻ്റെ കീഴിൽ വന്നു? ശാപത്തിൻ്റെ കീഴിൽ. കാരണം എന്താണ്? ന്യായപ്രമാണം അനുസരിക്കുന്നവർ അതിനാൽ ജീവിക്കും, അനുസരിക്കാത്തവർ നിത്യനരകം എന്ന ശാപത്തിൻ്റെ കീഴിൽ എന്ത് ചെയ്യും? അവരകപ്പെടും. അതാണ് തൊട്ടടുത്ത് ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടമാണ്. ഒരുവൻ മാത്രമേ ന്യായപ്രമാണപ്രകാരം എന്ത് ചെയ്തിട്ടുള്ളൂ? നീതീകരിക്കപ്പെട്ടിട്ടുള്ളൂ. അത് ദൈവം തന്നെ. ദൈവം ഈ ഭൂമിയിൽ ന്യായപ്രമാണം അനുസരിക്കാത്ത മനുഷ്യ ശരീരത്തിൽ തന്നെ എന്ത് ചെയ്തു? വന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ ന്യായപ്രമാണം അനുസരിച്ചു പാർത്തു. വചനം ജഡമായി വന്നു. ക്രിസ്തു ജഡത്തിൽ വന്നു. ദൈവം ജഡത്തിൽ വന്നു. ന്യായപ്രമാണം ആയ ദൈവം ന്യായപ്രമാണത്തെ ഈ ഭൂമിയിൽ വീണുപോയ മനുഷ്യ ശരീരത്തിൽ കർത്താവ് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് അതേ ശരീരത്തിൽ കർത്താവ് എന്ത് ചെയ്തു? ന്യായപ്രമാണത്തെ നിവർത്തിച്ചു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത് സ്തോത്രം 11. ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ഒരുവൻ മാത്രമേ നീതീകരിക്കൂ. അവനെയാണ് നമ്മൾ നോക്കുന്നത്. ആ കർത്താവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവനിലാണ് എൻ്റെ ശിക്ഷാവിധി, അവനിലാണ് എൻ്റെ നീതീകരണം. ഹല്ലേലൂയ. ഇപ്പോൾ ആരും എന്ന് പറയുന്നത് എന്താ? യഹൂദന്മാരുടെ ഇടയിൽ ന്യായപ്രമാണം കൊടുത്തിട്ട് ന്യായപ്രമാണം സംബന്ധിച്ച് ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നു. അവരുടെ പരീശന്മാരിൽ പരീശനൊക്കെയാണ് ആര്? പൗലോസ്. അവർ ന്യായപ്രമാണത്തെ അനുസരിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ശ്രമിക്കുന്നത്. അവിടെ റബ്ബിമാരുണ്ട്. അപ്പോൾ ആര് നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു റബ്ബി പോലും എന്ത് ചെയ്യത്തില്ല? ഈ പ്രമാണം അനുസരിച്ച് നീതീകരിക്കപ്പെടത്തില്ല. ഒരു റബ്ബി നടക്കുന്നില്ലെങ്കിൽ പുതിയ നിയമത്തിൽ ഇതിൻ്റെ ABCD അറിഞ്ഞുകൂടാതെ കാര്യങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ശുശ്രൂഷക്കാർക്കോ വിശ്വാസികൾക്കോ പറ്റുമോ? എന്താണ് പ്രമാണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്തില്ല? അറിയത്തില്ല. റബ്ബിമാർക്ക് പറ്റുന്നില്ല, ശാസ്ത്രിമാർക്ക് പറ്റുന്നില്ല, ശാസ്ത്രിമാർക്ക് പറ്റുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. ഒരു ജഡവും എന്ത് ചെയ്തില്ല? നീതീകരിക്കപ്പെടത്തില്ല. ഇനി ലോകത്തിലെ നീതീകരിക്കപ്പെട്ട ക്രിസ്തുവിനെ നമ്മൾ നോക്കണം. അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടിയതിന്. ഹല്ലേലൂയ. ഗ്ലോറി. താഴോട്ടൊക്കെ വരുമ്പോൾ അതിമനോഹരമായ രീതിയിലാണ് അത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇതാണ് ആത്മാവ് സഭകളോട് സംസാരിക്കുന്നത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ ചെവികൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് തുറന്നു തരണം. നമ്മുടെ അധരങ്ങൾ ദൈവത്തിൻ്റെ വചനം വിളിച്ചറിയിക്കുവാൻ നമ്മുടെ അധരങ്ങളെയും കർത്താവ് തുറന്നു തരണം. ഹല്ലേലൂയ. അത് ലഭിക്കാത്ത പക്ഷം ഈ രക്ഷയുടെ സുവിശേഷം എങ്ങനെ ജാതികൾ അറിയും? എങ്ങനെ അവർ നിത്യജീവന അവകാശികളായി തീരും? ഈ സത്യസുവിശേഷം ദൈവം അയച്ചിട്ടല്ലാതെ ആർക്ക് ഘോഷിക്കാൻ കഴിയും? കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. കണ്ടോ 11-ാം വാക്യം. ന്യായപ്രമാണത്താൽ ആരും, ലോകത്തിൽ ആരും. ഇവിടെ പാപികളായ മനുഷ്യൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഉന്നതന്മാരെ ന്യായപ്രമാണം ലഭിച്ചിരിക്കുന്ന ഇന്നും യഹൂദന്മാരെന്താ അവരെന്താ ചെയ്യുന്നത്? നിത്യജീവൻ പ്രാപിക്കാനായിട്ട് അവരുടെ സിനഗോഗുകളിൽ നമ്മളൊക്കെ 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യുന്നു? വചന ശുശ്രൂഷയും കാര്യങ്ങൾ കഴിയുമ്പോൾ പോകുന്നു. 24 മണിക്കൂർ നിങ്ങൾ നോക്കൂ, അവിടെ 24 hours തുറന്നിട്ടിരിക്കുക. റബ്ബിമാരിന്നും ഉണ്ട് അവിടെ. അവർ ചുമ്മാ ദൈവത്തിൻ്റെ പ്രമാണം എടുത്ത് വെച്ചിട്ട് എന്താ വേറെ കാര്യങ്ങളല്ല അവർ അന്വേഷിക്കുന്നു. ഇന്ന് അവിടെ അന്തിമമായിട്ടുള്ള പ്രവചനങ്ങൾ നിവൃത്തിയായിക്കൊണ്ട് യുദ്ധങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിലും തലയ്ക്കകത്ത് ബോധമുള്ള റബ്ബിമാരും അവരൊക്കെ നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഇതേ പഴയ നിയമ പുസ്തകം എടുത്തു വച്ചിട്ട് നിത്യജീവൻ അവകാശമാക്കാൻ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. പുതിയ നിയമസഭയിൽ വിശ്വാസനീതി എന്ന് ലഭിച്ചിരിക്കുന്ന പുതിയ നിയമ വിശ്വാസ സമൂഹം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഗ്ലോറി ടു ഗോഡ്. കർത്താവിലേക്ക് നമ്മൾ എത്രമാത്രം തിരിയേണ്ട ആവശ്യമുണ്ട്, നോക്കേണ്ട ആവശ്യമുണ്ട്. ഗ്ലോറി ടു ഗോഡ്. അതിൽ ഒരു ജഡവും എന്ത് ചെയ്യത്തില്ല? നീതീകരിക്കപ്പെടത്തില്ല.
ഹല്ലേലൂയ. ദൈവസന്നിധി എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇതിനെ എടുത്തുകൊണ്ടാണ് ആൾക്കാർ പറയാൻ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ ലോകത്തിലെ കാര്യം ഇത് യേശുവിനെ വിശ്വസിക്കുന്നവർ മാത്രമേ ഈ ലോകത്ത് ജീവിക്കുന്നുള്ളൂ. സാത്താൻ ആരാധിക്കുന്നവർ ജീവിക്കുന്നില്ലേ? ഇവനെക്കാട്ടിൽ അന്തസ്സോടുകൂടി അവനെന്ത് ചെയ്യാണ്? ലോകത്തെ ജീവിക്കുകയാണ്. ഇവിടെ പറയുന്നതാണ് നീതിമാൻ വിശ്വാസത്താൽ നിത്യതയിൽ ജീവിക്കും എന്നാ പറയണം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇവിടെ വിശ്വാസം എന്താണ്? എന്തിനുള്ള വിശ്വാസം? നീതീകരണത്തിനുള്ള വിശ്വാസം. എന്തിനുള്ള വിശ്വാസം? നിത്യജീവൻ അവകാശമാക്കാനുള്ള വിശ്വാസം. ഈ വിശ്വാസം ആരാണ് നമുക്ക് തരുന്നത്? പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വിശ്വാസത്തിൽ നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള നീതീകരണം എനിക്ക് ലഭിക്കുന്നു. ന്യായപ്രമാണത്തെ പൂർണ്ണമായി നിവർത്തിച്ച ക്രിസ്തുവിലുള്ള നീതീകരണം എനിക്ക് എന്ത് ചെയ്യുന്നു? ലഭിക്കുന്നു. തന്നിമിത്തം ജീവൻ എനിക്ക് ലഭിക്കും, നിത്യജീവൻ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താലാണ് നീതീകരണവും, വിശ്വാസത്താലാണ് നിത്യജീവൻ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിനും യേശുവിൽ വിശ്വാസത്തോടെ നോക്കണം. വിശ്വാസത്താൽ നിത്യജീവൻ പ്രാപിക്കണമെങ്കിലും വിശ്വാസത്തോടെ യേശുവിനെ നോക്കണം. അപ്പോൾ യേശുവിനെ വിശ്വസിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷ പ്രാപിക്കാൻ, അത് നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ. നമുക്ക് നീതീകരണം കൂടാതെ, ന്യായപ്രമാണത്തിന്റെ നീതീകരണം കൂടാതെ ആത്മാവിന്റെ നിത്യജീവൻ ലഭിക്കത്തില്ല. ആ നീതീകരണം ആരിൽ നമ്മൾ കാണുന്നു? അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്ത സന്തതിയായ ക്രിസ്തുവിൽ നമ്മൾ കാണുന്നു. ആ ക്രിസ്തുവിലെ വിശ്വാസത്താൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നീതീകരിക്കപ്പെടുന്നു. നീതീകരിക്കപ്പെടുന്നതിനനന്തരം നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്താണ്? നിത്യജീവൻ. അബ്രഹാമിന് ദൈവം ജാതികൾക്ക് വെളിപ്പെടേണ്ടിയ ദൈവം കൊടുത്ത അനുഗ്രഹം എന്താണ്? നിത്യജീവൻ. ആ നിത്യജീവനാണ് അബ്രഹാം വിശ്വാസത്താൽ അവകാശമാക്കിയത്. ആ അവകാശമാക്കുന്ന ആംഗിളിൽ ഞാനും നിങ്ങളും വിശ്വസിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ നമ്മളുടെ പിതാവാണ് അബ്രഹാം, അവന്റെ മക്കളാണ് നമ്മൾ. അല്ലാതെ അബീമേലെക്ക് അനുഗ്രഹിച്ച് അനുഗ്രഹത്തിന്റെ പുറകെ പോകുന്നവർ അബ്രഹാമിന്റെ മക്കളല്ല. ഫറവോൻ അനുഗ്രഹിച്ച് അനുഗ്രഹത്തിന്റെ പുറകെ പോകുന്നവർ അബ്രഹാമിന്റെ മക്കളല്ല. അവർ ആയിരിക്കും നിലത്തെ പൊടി പോലെ, കടൽപ്പുറത്തെ മണൽത്തരി പോലെ ആയിരിക്കും. എന്നാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ദൈവത്തിന്റെ മക്കൾ വാഗ്ദത്ത പ്രകാരം വിളിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ്. കർത്താവേ, ശരിയായ വിശ്വാസത്തിന്റെ അളവ് പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് ചെയ്യണമേ? ഇവിടെ വായിക്കുന്ന നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എവിടെ ജീവിക്കും? നിത്യതയിൽ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവമില്ലാത്ത ഒരു മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ലേ? നിരീശ്വരവാദി ജീവിക്കുന്നില്ലേ? അവൻ എത്ര കാലം ജീവിക്കും? 80, 90, 100. അന്യദൈവങ്ങൾ ആരാധിക്കുന്നവർ ജീവിക്കുന്നില്ലേ? അവരും എത്ര കാലം ജീവിക്കും? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, അപ്പം അപ്പം കൊണ്ട് ജീവിക്കും ചുരുങ്ങിയ കാലം. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്താൽ ജീവിക്കുന്നതാണ് എറ്റേണിറ്റി, നിത്യജീവൻ. നമ്മൾ ദൈവസന്നിധിയിൽ വരേണ്ടിയതിനാ നിത്യജീവൻ ലഭിക്കേണ്ടിയാണ്. അതിനാരെ ഫെയ്ത്ത് വേണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ വിശ്വാസം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ക്രിസ്തു നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ടു. ഉടമ്പടി ചെയ്തതാരാണ്? ക്രിസ്തു. ഗ്ലോറി ടു ഗോഡ്. ആ ഉടമ്പടിയുടെ പൂർത്തീകരണം ആരിൽ കാണുന്നു? ക്രിസ്തുവിൽ. ആ ഉടമ്പടി ക്രിസ്തു നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ടെങ്കിൽ ഒരന്ധകാര ശക്തിക്കും നമ്മെ ദൈവിക പ്രോമിസസിൽ നിന്ന് വലിച്ചെടുത്തു കൊണ്ടുപോകാൻ സാധ്യമല്ല. യേശുവിൻ്റെ രക്തം അടയാളം വച്ചിരിക്കുകയാണ്. നിത്യമായ ഉടമ്പടിയുടെ രക്തം ദൈവം അടയാളം വച്ചിരിക്കുന്നത് കൊണ്ട് ആ രക്തത്താൽ നമ്മൾ വേർതിരിക്കപ്പെട്ടവർ നിത്യതയിൽ കാണുന്നു. അതാണ് ഫെയ്ത്ത്. നമ്മുടെ ആത്മാവ് നിത്യതയിൽ കാണും. ഹല്ലേലൂയ. നമ്മുടെ ദേഹവും നമ്മുടെ ദേഹിയും നമ്മുടെ ആത്മാവും അശേഷം അനന്യമാമെന്ന് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ കാക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ കർത്താവെ ഞങ്ങളെ കൊണ്ടുവന്നു. ആഴത്തിലേക്ക് നീക്കി വല വീശുക. കർത്താവ് ഞങ്ങളെ സഹായിക്കും. അതെ, പത്രോസിനോട് കർത്താവ്, നീ മനുഷ്യനെ പിടിക്കുന്നവൻ. എങ്ങനെ പിടിക്കാൻ പറ്റും? സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. മനുഷ്യനെ പിടിക്കുന്നവരാകണം. ആഴത്തിലേക്ക് വല വീശണം. ആഴത്തിലേക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടുകളിലൂടെ
മനുഷ്യ ഹൃദയത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ്റെ ആത്മാവിനെ നിത്യതയിലേക്ക് വിളിച്ചെടുക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. കർത്താവെ, ഞങ്ങളെയും അതുപോലെ സഹായിക്കണം. ചിലരെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. നിന്റെ കൃപ കൊണ്ട് സഹായിക്കണം. വചനത്തിലൂടെ സഹായിക്കണം. വചന വെളിപ്പാടിലൂടെ സഹായിക്കണം. ഈ ജനം നശിച്ചു പോകുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ, നിത്യജീവന്റെ മൊഴികൾ ഞങ്ങൾ കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ സമയങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ദൈവം ഉടമ്പടിയുടെ ദൈവം. ആ ഉടമ്പടിയുടെ ദൈവത്തോട് ഞങ്ങളും വചനത്തിലൂടെ യേശുവിൻ്റെ രക്തത്താൽ ഉടമ്പടി ചെയ്തുകൊണ്ട് ഞങ്ങളും നിത്യജീവന് അവകാശമായി തീരുവാൻ തക്കണം ഞങ്ങളെ സഹായിക്കണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.